സത്യം ശിവം സുന്ദരം ആ സത്യം ശിവം സുന്ദരം സുന്ദരം ആ सत्य ही शिव ही सुंदर है सुंदर ही शिव है आ सत्यम शिवम सुंदरम आ सत्यम शिवम सुंदरम सत्य ही शिव ही सुंदर है सुंदर ही शिव है आ सत्यम शिवम सुंदरम आ सत्यम शिवम सुंदरम. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ ശിവ ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് ശിവപുരാണം 10ാമത്തെ അധ്യായമാണ് പറയാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരു സമയത്ത് തമിഴ് നടൻ വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാരുക്കാവതോ നാമ ഇപ്പടിയെല്ലാം യാരെ സന്തോഷിപ്പിக்கிறதுக்கு ஆகவோ நாம இப்படியெல்லாம் செய்கிறோம், ஒரு நாளைக்கு வந்து அவங்க எல்லாமே നമ്മെ വന്ന് തള്ളിപ്പറയും. അങ്ങനെ ഒരു ഡയലോഗ്, അതിന് തമിഴ് ഞാൻ ഓർക്കുന്നില്ല. അതായത് ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഒരു കാലത്ത് ഒരു സമയത്ത് ആ സന്തോഷിപ്പിക്കുന്ന അവർ തന്നെ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു സമയം വരും എന്നാണ് ശ്രീ വിജയ് പറഞ്ഞിട്ടുള്ളത്, ദളപതി വിജയ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഒരുപാട് നടന്മാരെ കുറിച്ചൊക്കെ അപവാദങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മോഹൻലാലിനെയും മമ്മൂട്ടിനെയൊക്കെ കുറിച്ച് വളരെയധികം മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർക്കുക, അവരെക്കുറിച്ച് അത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കാനുള്ള ഒരു വോയിസും ആർക്കും തന്നെ ഇല്ല. കാരണം മറ്റുള്ളവരെ പറഞ്ഞോട്ടെ, കാരണം ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാമല്ലോ. ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലോകമാണ്. അവിടെ നല്ലവരും കാണും, കൊള്ളാത്തവരും കാണും. പക്ഷേ ഒരു കാലത്ത് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും എക്സ്പേർട്ട് എടുത്ത് അത്രയും നമുക്ക് വേണ്ടിയിട്ട് നിന്ന അത്രയും മഹത്തായിട്ടുള്ള നടന്മാരാണ് അവരൊക്കെ. അപ്പോൾ ഒരു കാലത്ത് അവരെയൊക്കെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നവർ തന്നെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു സമയം വന്നപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞു. അത് ഒരു മ്ലേച്ഛമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതാണ് ദളപതി വിജയും പറഞ്ഞിട്ടുള്ളത്. യാരുക്കാവത് ആണോ നാമ ഇപ്പൊ വന്ന് எல்லாரையும் சந்தோஷப்படுத்துறே, ஒரு காலத்தில் வந்து அவங்க தான் நம்ம தள்ளி പറയും. அப்படின்னா அவங்க தான் നമ്മളെ വേണ്ടാമ പോയിടും. അതേമാതിരി അതേപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് മുല്ലപ്പെരിയാർ വിഷയമായിരുന്നു. മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ മുല്ലപ്പെരിയാർ ശരിയാക്കണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ ഓടുമായിരുന്നു. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നപ്പോൾ കുറെ ജനങ്ങൾ എല്ലാവരും ഇപ്പൊ ഇതിന്റെ പുറകെയാണ് ഓട്ടം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരാൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ മറ്റുള്ളവര് പലതും പറയും. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ കൺദൃഷ്ടിയാൽ കാണാത്ത കാര്യങ്ങളും കേൾക്കാത്ത കാര്യങ്ങളും ആരെയും കുറിച്ച് പറയാതിരിക്കുക. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉന്നത നിലയിൽ അവരങ്ങനെയുള്ള കോഴി സ്വഭാവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ഈ ഫിലിം ഫീൽഡിൽ ഇത്രയും വർഷം പിടിച്ചു നിൽക്കുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അങ്ങനെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, അത് ആ നടിമാരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവാം. അല്ലാതെ എന്താ പറയാ, അങ്ങനെ ബലാത്കാരം ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ മഹത്തായിട്ടുള്ള നടന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. ബലാത്കാരം ചെയ്തിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ചെയ്യേണ്ട ആവശ്യമൊന്നും അവർക്കില്ല.
അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന്, അവരവരുടെ പണത്തിന് വേണ്ടിയിട്ട്, അവരവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം കൊണ്ട് കേസ് കൊടുത്തിട്ട് പ്രമുഖരെ അതിലേക്ക് വലിച്ചഴയ്ക്കുന്നതെന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും മനസ്സിലാക്കാം. ഞാൻ ഈ ദളപതി വിജയുടെ കാര്യം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോ ദളപതി വിജയ് തന്നെ അന്ന് പറഞ്ഞത് ഇപ്പോൾ സത്യമായി എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞോട്ടെ, സിനിമാ മേഖലയിലുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞോട്ടെ, അത് സാരമില്ല, അങ്ങനെ പലരും കാണുമായിരിക്കാം. പക്ഷേ എല്ലാവരെയും ആ ഒരു രീതിയിൽ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവരും ആ ഫീൽഡിൽ കാണും, അത് നടന്നിട്ടുള്ള സംഭവങ്ങളും ആയിരിക്കാം, അത് സത്യമായിരിക്കാം, ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ഫീൽഡാണ് ഫിലിം ഫീൽഡ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിലെടുത്ത് ചാടി തലവെച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് കേസ് കൊടുത്ത് വഴക്ക് കൊടുത്ത് നടന്നിട്ട് കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് അത് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ ആ വിഷയത്തിലോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇപ്പൊ പ്രവർത്തിക്കുന്നത്, നാളെ ഒരു സമയത്ത് ആ പറയുന്നവർ തന്നെ നമ്മളെ തള്ളി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ള ആ ഒരു സത്യം നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീൽഡാണ് ഫിലിം ഫീൽഡ് എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്കത് താല്പര്യമില്ല, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ ഉള്ള ജീവിതം പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ അതിൽ ചെന്ന് ചാടിക്കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വലിയ പ്രമുഖരായിട്ടുള്ളവരെ, നമ്മളെയൊക്കെ ഒരുപാട് സിനിമകളിൽ വന്ന് പല പല ക്യാരക്ടറിൽ വന്ന് അത്രയും കഷ്ടപ്പെട്ട് അവര് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അത്രയും അടച്ചാക്ഷേപിച്ച് അത്രയും മ്ലേച്ഛമായ രീതികളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പരത്തേണ്ട കാര്യമില്ല. അതൊരു തെറ്റായ സംഭവമാണ്. അങ്ങനെ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിന്റെ വഴിക്ക് പോട്ടെ, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്താ പറയുക, ഇട്ടുകൂട്ടി പറയാന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഒരുപാട് ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുന്ന പോലെയുള്ള സംസാരങ്ങൾ പറഞ്ഞു പോവാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? അല്ലാതെ വെറുതെ അതൊരു ഫീൽഡ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകമാണ് അതെന്ന് അറിയാം, പിന്നെ അതിൽ ചെന്ന് തലവെച്ച് കൊടുത്തിട്ട് പിന്നെ കിടന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെ വിജയും പറഞ്ഞത്. അപ്പം അത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പം ആരായാലും ശരി തന്നെ, നമ്മളായാലും ശരി തന്നെ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, ഒരു കാലത്ത് അവർ തന്നെ നമ്മളെ തള്ളിപ്പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തി ചവിട്ടി താഴ്ത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറയുന്ന അത് സത്യമായ കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു സത്യം ഞാൻ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ശിവപുരാണത്തിലെ 10ാം അധ്യായമായിട്ടുള്ള മേനയുടെ പൂർവജന്മമാണ് വായിക്കാനുള്ളത്. ഓം നമഃ ശിവായ. സൃഷ്ടികർത്താവിന്റെ ദക്ഷിണഭാഗത്തു നിന്നും ജന്മം കൊണ്ടവനാണ് ദക്ഷ പ്രജാപതി. അദ്ദേഹത്തിന് രൂപലാവണ്യം വഴിഞ്ഞൊഴുകുന്ന 60 കന്യകമാരുണ്ടായി. യൗവനത്തിന്റെ പൂന്തേൻ വഴിഞ്ഞൊഴുകുന്ന മധുരസ്മരണകൾ ആ കന്യകമാരുടെ മാനസത്തിൽ അങ്കുരിച്ച അവസരത്തിൽ കശ്യപൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാർക്ക് ദക്ഷൻ തന്റെ കന്യകമാരെ പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. അപ്പം ആരാണ് ദക്ഷ പ്രജാപതിയുടെ ആ പുത്രിമാരെ കശ്യപൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാർക്ക് ആര് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്? ദക്ഷ പ്രജാപതി വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ കന്യകമാരിൽ പ്രധാനിയായ സ്വത എന്ന നാമകരണത്തിൽ അറിയപ്പെട്ടിരുന്ന സുന്ദരി രത്നത്തെ പിതൃക്കൾക്ക് വേളി കഴിച്ചു കൊടുത്തു. അങ്ങനെ സ്വത എന്ന് പറയുന്ന ആ ഒരു സുന്ദരി രത്നമുണ്ട്. ആ സ്ത്രീയെ, ആ മകളെ പിതൃക്കൾക്കാണ് ദക്ഷൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അവരുടെ ദാമ്പത്യ പുഷ്പവാടിയിൽ വിടർന്ന അപൂർവവും അതീവ സുന്ദരങ്ങളുമായ കുസുമങ്ങളാണ് മേനയും ധന്യയും കലാവതിയും. ഈ 3 കന്യകമാരും പിതൃക്കളുടെ മാനസപുത്രികളായതിനാൽ അയോനിജകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. സകലരും വന്ദിച്ചു പോന്നിരുന്ന ആ കന്യകമാർക്ക് സകലരുടെയും അഭീഷ്ടങ്ങൾ നിറവേറ്റുവാനും അങ്ങനെ സ്നേഹകാരുണ്യ കടാക്ഷങ്ങളാൽ സകലരെയും ആകർഷിക്കുവാനുമുള്ള അപൂർവ സിദ്ധി വൈഭവം ഉണ്ടായിരുന്നതിനാൽ അവർ ലോകമാതാക്കളായി പ്രസിദ്ധിയാർജിച്ചു. സൗന്ദര്യധാമമായി മാറിയ അവർ പരമയോഗിനികളായി തീർന്നതിനാൽ ത്രിലോകങ്ങളിൽ എവിടെ വേണമെങ്കിലും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള കഴിവും നേടിയിരുന്നു. അപ്പോൾ ഈ പറയുന്ന
കന്യകമാരുടെ വിവാഹത്തിന് ശേഷം അവർക്കുണ്ടായ പുത്രിമാരാണ്. പിതൃക്കൾക്ക് വേലി കഴിച്ചു കൊടുത്ത സ്വതയ്ക്കും പിതൃക്കൾക്കും ഉണ്ടായ പുത്രിമാരാണ് 3 പുത്രിമാരാണ് മേനയും ധന്യയും കലാവതിയും എന്ന് പറയുന്നത്. ഈ 3 കന്യകമാരും പിതൃക്കളുടെ മാനസ പുത്രിമാരായതിനാൽ തന്നെ അയോനിജകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. സകലരും വന്ദിച്ചു പോന്നിരുന്ന ആ കന്യകമാർക്ക് സകലരുടെയും അഭീഷ്ടങ്ങൾ നിറവേറ്റുവാനും അങ്ങനെ സ്നേഹകാരുണ്യ കടാക്ഷങ്ങളാൽ സകലരെയും ആകർഷിക്കുവാനുമുള്ള അപൂർവമായ സിദ്ധി വൈഭവം ഉണ്ടായിരുന്നു. അതിനാൽ അവർ ലോകമാതാക്കളായിട്ട് പ്രസിദ്ധി ആർജിച്ചു. സൗന്ദര്യധാമങ്ങളായി മാറിയ അവർ പരമയോഗിനികളായി തീർന്നതിനാൽ ത്രിലോകങ്ങളിൽ എവിടെ വേണമെങ്കിലും, അതായത് ഏത് ത്രിലോകങ്ങളിൽ എവിടെ വേണമെങ്കിലും ഈ 3 പുത്രിമാർക്കും സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. യോഗശക്തി കൊണ്ടും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും ആ സഹോദരിമാർ അതുല്യമായ പല സിദ്ധികളും നേടിയിരുന്നു. അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യാൻ പര്യാപ്തമായ വിധത്തിൽ പ്രഭ ചൊരിയുകയായിരുന്ന ആ കന്യകമാർ ശ്രീഹരിയെ ദർശിക്കാനും അനുഗ്രഹം വാങ്ങാനുമായി അദ്ദേഹം വസിക്കുന്ന ശ്വേതദ്വീപിലെത്തി. സുസ്മേരവദനകളും തേജസ്വികളുമായ ആ കന്യകാരത്നങ്ങളുടെ സ്തുതിയിൽ ഏറെ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ അവരുടെ അപേക്ഷ പ്രകാരം ശ്വേതദ്വീപിൽ തന്നെ വസിച്ചു കൊള്ളാനുള്ള അനുമതി നൽകി. അങ്ങനെ ഒരു സംഘം സന്യാസി വര്യന്മാരോടൊപ്പം അവർ അവിടെ സസുഖം താമസിച്ചു വരുന്ന കാലത്ത് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികളും സിദ്ധഗണങ്ങളും അവിടെ വന്നെത്തി. അങ്ങനെ ഈ പുത്രിമാര് എവിടെയാണ്? മാനസ സരസില് അവിടെ ഒരു തീരമുണ്ടായിരുന്നു. ആ തീരത്ത് ശ്വേതദ്വീപില് വസിച്ചു കൊള്ളാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർക്ക് അവിടെ വസിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ അവരവിടെ വസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികളും സിദ്ധഗണങ്ങളും അവിടെ വന്നെത്തിയത്. അവരുടെ സ്തുതിയിൽ സന്തുഷ്ടനായി തീർന്ന ശ്രീ മഹാവിഷ്ണു അവിടെ പാർത്തുകൊള്ളാൻ അവർക്കും അനുമതി നൽകി. അങ്ങനെ അവരുടെ സ്തുതിയിൽ ആയിത്തീർന്ന മഹാവിഷ്ണു ഭഗവാൻ അവരെ അവിടെ പാർത്തുകൊള്ളാനും അവർക്ക് അനുമതി നൽകുകയാണ്. സകല ദേവന്മാരും ആരാധിച്ചു പോന്നിരുന്ന സനകാദി മുനി ശ്രേഷ്ഠന്മാർ ആദി പുരുഷന്മാരായിട്ടാണ് അംഗീകരിച്ചു പോന്നിരുന്നത്. ഇക്കാരണത്താൽ തന്നെ സനകാദി മുനികളുടെ സാന്നിധ്യം അറിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ബഹുമാന പുരസ്കരം എഴുന്നേൽക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നത് ആധ്യാത്മികമായ ഒരു വിശേഷ ഗുണത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ സനകാദി മുനിമാർ കയറി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് മുനിശ്രേഷ്ഠന്മാരെ വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. പക്ഷേ ഈ 3 കന്യകമാർ മാത്രം എഴുന്നേൽക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തില്ലെന്നു മാത്രമല്ല, ആ മഹാന്മാരുടെ ആഗമനം അറിഞ്ഞതായി ഭാവിച്ചതേയില്ല. ആ കന്യകമാർ സുന്ദരികളും തേജസ്സുള്ളവരുമാണെങ്കിലും അഹംഭാവം പൂർണ്ണമായും അവരുടെ ഹൃദയത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് അറിഞ്ഞ മുനിമാർ കുപിതരാവുകയും കന്യകമാരെ ശപിക്കുകയും ചെയ്തു. അങ്ങനെ അവിടേക്ക് സനകാദി മുനിമാരെന്ന് പറഞ്ഞിട്ട് അത്രയും പ്രസിദ്ധമായിട്ടുള്ള മുനിമാര് വരികയാണ്. അപ്പൊ ബാക്കി എല്ലാവരും തന്നെ എഴുന്നേറ്റ് ആ മുനിമാരെ വണങ്ങുകയാണ്. എന്നാൽ ഈ 3 കന്യകമാരും മാത്രം എഴുന്നേറ്റ് വണങ്ങിയില്ല. അങ്ങനെ ഈ സനകാദി മുനിമാരെന്ത് ചെയ്യുകയാണ്? ഈ കന്യകമാരെ ശപിക്കുകയാണ്. അഹങ്കാരികളായ കന്യകമാരെ, നിങ്ങൾ യോഗിനികളെ പോലെ ഇരിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അഹംഭാവത്തിന്റെ തമോ ഗുണം ഇനിയും ബാക്കി കിടക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ ആരാധിക്കാൻ തോന്നാതിരുന്നത്. നിങ്ങൾ കാട്ടിയ ധിക്കാരത്തിനുള്ള ഫലം തീർച്ചയായും അനുഭവിക്കണം. ആയതിനാൽ ഈ സ്വർഗത്തിൽ നിന്നും അകലെ മനുഷ്യ സ്ത്രീകളായി ജനിക്കാൻ ഇടവരട്ടെ. അങ്ങനെ സനകാദി മുനിമാരെ ശപിക്കുകയാണ്. നിങ്ങൾ കാണാൻ എങ്ങനെയാണ്? യോഗ കന്യകമാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് തമോ ഗുണം അധികമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്വർഗലോകത്ത് നിന്നും പുറത്തായിട്ട് ഭൂമിയിൽ പോയി നിങ്ങൾക്ക് സാധാരണ മനുഷ്യ സ്ത്രീകളായിട്ട് ജനിക്കേണ്ടി വരുന്നതാണ് എന്നുള്ള ശാപം കൊടുക്കുകയാണ്. മുനീശ്വരന്മാരുടെ ശാപം കേട്ട കന്യകമാർ പ്രത്യക്ഷത്തിൽ ഞെട്ടി. അടുത്ത നിമിഷം അവർ എഴുന്നേറ്റ് സനകാദികളുടെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. അജ്ഞത മൂലം സംഭവിച്ചു പോയ തെറ്റുകളാണെന്നും അവ പുറത്ത് തങ്ങൾക്ക് ശാപമോക്ഷം നൽകണമെന്നും അവർ വിനയാന്വിതരായി കൂപ്പുകൈകളോടെ അപേക്ഷിച്ചു. കന്യകമാരുടെ വിനീതമായ അപേക്ഷ കേട്ട് മനസ്സലിഞ്ഞ മുനിമാർ പറഞ്ഞു. അപ്പോ ഇത് കണ്ടിട്ട് ആ കന്യകമാര് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. അപ്പൊ മുനിമാര് പറയുകയാണ്, ഹേ സഹോദരിമാരെ, നിങ്ങൾ ആരാണെന്ന് നാം ശരിക്കും അറിയുന്നുണ്ട്. വിഷാദിക്കാൻ തക്കതായൊന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ആനന്ദത്തിന്റെ അരിമുല്ലകൾ വിടർത്തുവാൻ പര്യാപ്തമായ ചില കാര്യങ്ങൾ നാം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക.
നിങ്ങളിൽ മൂത്തവളും സവിശേഷ ഗുണങ്ങൾ അലങ്കരിക്കുന്നവളും ദൈവാധീനത്തിൽ മുന്തിയവളും മേനയാണ്. വിഷ്ണു ഭഗവാന്റെ അംശമായ നീ ഹിമവാന്റെ പത്നിയായി തീരും. നിനക്ക് ജനിക്കുന്ന പുത്രി ഉത്തമ ലക്ഷണങ്ങളുള്ളവളും സർവരാലും ആദരിക്കപ്പെടുന്നവളും സൗന്ദര്യദാവുമായി തീരും. പാർവതി എന്ന നാമധേയത്തിലായിരിക്കും അവൾ പ്രസിദ്ധയാവുക. ധന്യേ, നീ ജനക രാജമഹർഷിയുടെ പത്നിയായി തീരും. സർവഗുണസമ്പന്നയായ ലക്ഷ്മി ദേവി നിങ്ങളുടെ പുത്രിയായി ജന്മമെടുത്ത് മാലോകരുടെ ഐശ്വര്യത്തിനും ശാന്തിക്കും കാരണമായി ഭവിക്കും. ദ്വാപരയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ കലാവതി വൃഷഭാനി എന്ന പേരിൽ അറിയപ്പെടുന്ന വൈശ്യന്റെ പത്നിയായി ഭവിക്കും. നിനക്ക് പിറക്കുന്ന ഓമനപുത്രി രാധ എന്ന പേരിൽ അറിയപ്പെടും. മേനയുടെ പുത്രിയായി ജനിക്കുന്ന പാർവതി ആദി സ്വരൂപിണിയായ ജഗദംബികയായിരിക്കും. കഠിനമായ തപസ്സിലൂടെയും വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും കൈലാസേശ്വരനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിന്റെ പത്നിയായി ഭവിക്കുന്നതാണ്. അങ്ങനെ ഈ 3 കന്യകമാർക്കും ആ മുനീശ്വരന്മാര് വരം കൊടുക്കുകയാണ്. എന്ത് വരമാണ് കൊടുക്കുന്നത്? ഹിമവാന്റെ, വിഷ്ണു ഭഗവാന്റെ അംശമായ നീ ഹിമവാന്റെ പത്നിയായി തീരും. മേന ഹിമവാന്റെ പത്നിയായി തീരും. എന്നിട്ട് പാർവതീ ദേവിക്ക് ജന്മം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ സർവരാരും ആദരിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ധന്യേ, നീ ജനക മഹർഷിയുടെ പത്നിയായി തീരും. എന്നിട്ട് അടുത്ത കന്യകയോട് പറയുകയാണ്, നീ ജനക മഹർഷിയുടെ പത്നിയായി തീരുന്നതാണ്. എന്നിട്ട് സർവഗുണ സമ്പന്നയായ ലക്ഷ്മി ദേവിക്ക്, അതായത് സീതാദേവിക്ക് ജന്മം നൽകുന്നതാണ്. അങ്ങനെ നിനക്ക് സീതാദേവിയായിട്ട് ആ ലക്ഷ്മി ദേവി തന്നെ ജനിക്കുന്നതാണെന്ന് പറയുകയാണ്. പിന്നീട് ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കലാവതിയോട് പറയാണ്, കലാവതി വൃഷഭാനി എന്ന പേരിൽ അറിയപ്പെടുന്ന വൈശ്യന്റെ പത്നിയായി ഭവിക്കും. നിനക്ക് പിറക്കുന്ന ഓമനപുത്രി രാധ എന്ന പേരിൽ അറിയപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് രാധാറാണിയും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 3 കന്യകമാർക്കും കൂടി ജനിക്കുന്നതാണ് ഈ 3 പേര്. 3 യുഗങ്ങളില് 3 പേരായിട്ട് വന്ന് ആ ഭഗവാന്റെ കൂടെ അർദ്ധാംഗിനിമാരായിട്ട് മാറുന്നത്. സനകാദികളുടെ തിരുവചനങ്ങൾ പ്രവചനങ്ങളായി തീരുമെന്ന ദൃഢവിശ്വാസത്തിൽ എത്തിച്ചേർന്ന ആ കന്യകമാരുടെ മനോദർപ്പണം വീണ്ടും തെളിഞ്ഞു. മുനിമാർ തുടർന്നു. ജനകന്റെ പുത്രിയായി തീരുന്ന സീത ഭഗവാൻ ശ്രീരാമന്റെ പത്നീപദം അലങ്കരിക്കും. ലോകാചാരത്തെ മാനിച്ച് ഭർതൃപാദങ്ങളെ പിന്തുടരുന്നവളായിരിക്കും അവർ. സീതയുടെ പിറവി തന്നെ സനാതന ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനും പാപത്തിന്റെ നാശത്തിനും വഴിതെളിക്കും. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമന്റെ പത്നീപദം ലഭ്യമാകുന്നതോടെ സീത എന്ന നാമധേയം ത്രിലോകങ്ങളിലും അറിയപ്പെടും. കലാവതിയുടെ പുത്രിയായി ജന്മമെടുക്കുന്ന രാധ ഗോലോക നാമത്തിൽ വസിക്കുന്നവളായിരിക്കും. തന്റെ സ്ത്രീ സഹജമായ വശ്യഭാവത്തിലൂടെയും തീവ്രമായ ഭക്തിയിലൂടെയും ശൃംഗാര നടന വിലാസത്തിലൂടെയും രാധ ശ്രീകൃഷ്ണ പരമാത്മാവിനെ വശീകരിച്ച് ഭഗവാന്റെ പ്രാണസഖിയായി തീരുന്നതുമാണ്. സനകാദികളിൽ നിന്നും ശാപമോക്ഷം ലഭിച്ച കന്യകമാർ സന്തോഷ സമേതരായി സ്വഭവനത്തിലേക്ക് പോയി. അങ്ങനെ പറയുകയാണ്, ജനകപുത്രിയായി തീരുന്ന സീതയാണെങ്കിൽ ഭഗവാൻ ശ്രീരാമന്റെ പത്നീപദം അലങ്കരിക്കുന്നതാണ്. പാർവതി ദേവിയാണെങ്കിൽ ശിവഭഗവാന്റെ പത്നീപദം അലങ്കരിക്കുന്നതാണ്. അതുപോലെ രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണസഖിയായിട്ട് തീരുന്നതായിരിക്കുമെന്ന് അനുഗ്രഹിക്കുകയാണ്. സനകാദികളിൽ നിന്നും ശാപമോക്ഷം ലഭിച്ച കന്യകമാർ സന്തോഷ സമേതരായി സ്വഭവനത്തിലേക്ക് പോയി. അങ്ങനെ സനകാദികളിൽ നിന്നും ശാപമോക്ഷം ലഭിച്ച കന്യകമാര് സന്തോഷത്തോടുകൂടി തന്നെ സ്വഭവനത്തിലേക്ക് പോവുകയാണ്. ഭഗവാൻ ശ്രീ ശങ്കരന്റെ ലീല തുടർന്നുകൊണ്ടേയിരുന്നു. പ്രപഞ്ചഭരണ സംവിധാനത്തിൽ വരുത്തേണ്ട കാര്യങ്ങൾക്ക് കാലേ കൂട്ടി കരുക്കൾ നീക്കാനുള്ള ഭഗവാന്റെ കരവിരുത് പല അത്ഭുത സംഭവങ്ങൾക്കും വഴിതെളിച്ചു. എല്ലാ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഐശ്വര്യത്തിനും വേണ്ടിയായിരുന്നു പ്രപഞ്ച താളലയത്തിന് പ്രേരക ശക്തിയായി നിഗൂഢമായി വർത്തിക്കുന്നത്. ഭഗവാന്റെ ഉടുക്കിൽ നിന്നും പുറപ്പെടുന്ന പരമദിവ്യ തത്വങ്ങൾക്ക് ഗർഭീയമായിരിക്കുന്ന സംസ്കൃത ഭാഷയ്ക്ക് ജന്മമെടുക്കാൻ കഴിഞ്ഞതിലൂടെ വെളിപ്പെട്ട വേദപ്പൊരുളുകളായിരുന്നു. ഈ അവസരത്തിൽ പരബ്രഹ്മമായ ശ്രീ പരമേശ്വരന്റെ വിലാസത്തിന്റെ ഭാഗമെന്നോണം ഹിമവാന്റെ ചിത്തദർപ്പണത്തിൽ പിതൃക്കൾക്ക് ഹിതകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും വംശപാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ധാർമ്മികമായ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ശുഭചിന്ത ഉദിച്ചു. അതിനുള്ള ഏക വഴി താൻ വിവാഹിതനാവുക എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ അന്ധകരണം മന്ത്രിച്ചു. ഹിമവാൻ തന്റെ തീരുമാനം അറിയിച്ചതനുസരിച്ച് ദേവന്മാർ പിതൃക്കളെ സമീപിക്കുകയും വളരെ ഗൗരവമുള്ള കാര്യം വെളിപ്പെടുത്താനും മുതിർന്നു. പിതൃക്കളെ, ശുഭകാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ആയതിനാൽ നിങ്ങൾ അവ ശ്രദ്ധാപൂർവം കേൾക്കണം.
നിങ്ങളുടെ പ്രഥമപുത്രിയായ മേനയെ പാണിഗ്രഹണം ചെയ്യാൻ പർവ്വതരാജൻ ഹിമവാൻ ആഗ്രഹിക്കുന്നു. ധർമ്മത്തിന്റെയും നന്മയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഹിമവാൻ ഈ ശുഭമായ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ബന്ധം ഉറപ്പാക്കുന്നതിലൂടെ നിങ്ങൾ ധന്യരായി തീരുന്നു എന്ന് മാത്രമല്ല, ദേവന്മാർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യാൻ അത് പ്രേരകമാകും. കൂടാതെ മാലോകരുടെ സുഖപ്രദമായ ജീവിതചര്യയ്ക്ക് അത് പ്രയോജനമായി തീരുകയും ചെയ്യും. ദേവന്മാരുടെ വാക്കുകൾ അമൃതകുംഭം മനോക്ഷേത്രത്തിൽ നിറച്ച പ്രതിയാണ് പിതൃക്കൾക്കുണ്ടായത്. നിറഞ്ഞ മനസ്സോടെ അവർ പുത്രി മേനയെ ഹിമവാന് വേളി കഴിച്ചു കൊടുത്തു. അങ്ങനെ ഹിമവാൻ പത്നിയോടൊത്ത് സന്തോഷസമേതരായി സസുഖം വാണു. അങ്ങനെ ഈ പിതൃക്കളാണ് എന്ത് ചെയ്യുന്നത്? ഹിമവാന് മേനാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവര് സന്തോഷത്തോടെ ഹിമവാൻ പത്നിയോടൊത്ത് സന്തോഷസമേതരായിട്ട് സസുഖം വാണു. ഒരിക്കൽ ബ്രഹ്മാവും ശ്രീഹരിയും മറ്റ് ദേവന്മാരും ഋഷിമാരും പർവ്വതരാജനെ കാണാൻ ഹിമാലയത്തിലെത്തി. പർവ്വതരാജന്റെ മഹത്വങ്ങളെയും ധർമ്മം പരിപാലിക്കാനുള്ള അദ്ദേഹത്തിന്റെ തൃഷ്ണതയെയും വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ഹിമവാൻ ആനന്ദാതിരേകത്താൽ പരിസരം മറന്നു നിന്നു. വർദ്ധിച്ച മോദത്തോടെ ഹിമവാൻ ദേവന്മാരോടായി പറഞ്ഞു, എല്ലാ ദേവന്മാരും ഒത്തുചേർന്ന് ഇവിടെ സന്നിഹിതരായതിൽ നമുക്ക് സന്തോഷമുണ്ട്. നാം ഇപ്പോൾ ധന്യനായിരിക്കുന്നു. നമുക്ക് ലഭിച്ച അപൂർവ ഭാഗ്യമാണ് പൂജനീയരായ ദേവന്മാരുടെ ഈ സന്ദർശനം. മേനയെ വേളി കഴിക്കാൻ സാധിച്ചതിലൂടെ ഒരു മഹത്തായ ഭാഗ്യ താരകമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുദയം ചെയ്തിരിക്കുന്നത്. ദേവന്മാരെ, നിങ്ങൾ എല്ലാ പേരും നമുക്ക് പൂജനീയരാണ്. ഇനി ഇവിടേക്ക് വരാനും നമ്മെ കാണാനും ഉണ്ടായ കാരണം വ്യക്തമാക്കാൻ ദയ കാട്ടണേ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? എല്ലാ ദേവന്മാരും ഒത്ത് സന്നിഹിതരായിട്ട് ആ ഹിമവാന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഹിമവാൻ ചോദിക്കുകയാണ്, എല്ലാ ദേവന്മാരും കൂടി വന്നത് എന്തുകൊണ്ടാണ്? ആ കാരണം പറഞ്ഞാലും എന്ന് പറയുകയാണ്. സന്തുഷ്ടനായ ദേവന്മാർ സ്നേഹാധിക്യത്തോടെ ഹിമവാനോട് പറഞ്ഞു, ഹേ പർവ്വതരാജൻ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയുവാനാണ് ഞങ്ങൾ അങ്ങയെ കാണാൻ എത്തിയത്. ദക്ഷന്റെ പുത്രിയായിരുന്ന സതീദേവി രുദ്രന്റെ ധർമ്മപത്നി പദം അലങ്കരിച്ച് ജീവികളിൽ സന്തോഷം വളർത്തിയിരിക്കുന്ന കാര്യം അങ്ങേക്കും അറിവുള്ളതാണല്ലോ. എന്നാൽ സ്വന്തം പിതാവിന്റെ ദുഷ്ടത മൂലം അനേകം ദേവന്മാരും മുനിമാരും സന്നിഹിതരായിരുന്ന യാഗവേദിയിൽ വച്ച് അനാദരിക്കപ്പെട്ടതിനാൽ ദേവി തന്റെ ശരീരം യജ്ഞകുണ്ഡത്തിൽ ഹോമിച്ച് പരബ്രഹ്മത്തിൽ വിലയം കൊള്ളുകയാണ് ചെയ്തത്. സതീദേവിയുടെ വിയോഗത്തിൽ ശ്രീരുദ്രൻ വ്യത പൂണ്ട് കഴിയുകയാണ്. അതുകൊണ്ട് സതി പുനരവതാരം കൈക്കൊള്ളേണ്ടതുണ്ട്. ദേവി അങ്ങയുടെ പുത്രിയായിട്ടാണ് ജന്മം കൊള്ളുന്നതെങ്കിൽ എന്തുകൊണ്ടും അത് ഒരു അപൂർവ വരദാനമായിരിക്കും. മാത്രമല്ല മംഗളകരവുമായിരിക്കും. ആയതിനാൽ സതീദേവി പുത്രിയായി ജനിക്കാൻ പത്നി സമേതം അങ്ങ് തപസ്സനുഷ്ഠിച്ചാലും. ദേവന്മാരുടെ മംഗളവചസ്സുകൾ ഹൃദയ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ച ഹിമവാൻ ജഗദംബികയെ സംപ്രീതയാക്കാൻ തക്ക വിധത്തിൽ തപസ്സനുഷ്ഠിക്കേണ്ട ആചാരവിധികൾ അവരിൽ നിന്നും ഹൃദ്യസ്ഥമാക്കി. എല്ലാ പേരും ചേർന്ന് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ബ്രഹ്മാവും വിഷ്ണുവും മുനിമാരും ഹിമവാനും മറ്റ് ദേവന്മാരും ഒത്തുചേർന്ന് ജഗദംബികയെ സ്തുതിച്ചതിൽ പ്രീതി പൂണ്ട ദേവി അവരുടെ മുന്നിൽ മന്ദഹാസം തൂക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ദേവന്മാർ പറയുകയാണ്, പരമശിവൻ സതീദേവിയെ വിവാഹം കഴിച്ച കാര്യം അങ്ങ് അറിയുമായിരുന്നല്ലോ. അപ്പോ യാഗശാലയിൽ വെച്ച് നടന്ന സംഭവങ്ങളും അറിയുമായിരുന്നല്ലോ. അതുകൊണ്ട് സതീദേവി ആ അഗ്നിയില് ഹോമിക്കപ്പെട്ടു. അതുകൊണ്ട് അതിന്റെ വിഷമത്തില് കൈലാസനാഥനായ ശിവഭഗവാൻ ഇപ്പോഴും തപസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഭാര്യയെ, അതായത് ഈ മരണപ്പെട്ട സതീദേവി തന്നെ പാർവതിയായിട്ട് അവതരിക്കേണ്ട അവസരമാണ്. അപ്പം അത് ഹിമവാന്റെയും മേനയുടെയും പുത്രിയായിട്ടാണ് ആ പാർവതി ദേവി ജനിക്കേണ്ടത്. അതുകൊണ്ട് ദേവിയായ ആദിപരാശക്തിയെ അഭയം പ്രാപിക്കുകയും അങ്ങനെ ദേവിയെ പ്രാർത്ഥിക്കുകയും തപസ് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ പർവ്വതരാജനായ ഹിമവാനും മേനയും കൂടെ ദേവിയെ പ്രാർത്ഥിക്കുകയാണ്, ദേവിയെ തപസ് ചെയ്യുകയാണ്. അങ്ങനെ ദേവി അവരുടെ മുന്നില് മന്ദഹാസം തൂക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുകയാണ്. സർവാഭരണ വിഭൂഷിതയായും വശ്യമധുരവുമായ മന്ദഹാസത്തോടും കൂടിയ ദേവി മേനയോട് ചോദിച്ചു, നിഷ്കാമ ഭക്തിയിലൂടെ മഹത്വവും കഠിനവും ആകർഷ വിധിപ്രകാരത്തോടു കൂടിയ വ്രതാനുഷ്ഠാനങ്ങളുടെ തേജസ്സും അനുഭവിച്ചറിഞ്ഞ രാജപത്നിയായ മേനെ, നിന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു. എന്ത് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണോ നീ നമ്മെ തപസ്സു ചെയ്തത്, പ്രീതിപ്പെടുത്തിയത്, നിന്റെ ആഗ്രഹം തീർച്ചയായും നിറവേറുന്നതാണ്. ഇനി എന്ത് വരദാനമാണ് നാം നൽകേണ്ടത്?
ധൈര്യമായി ചോദിച്ചുകൊള്ളൂ ദേവി. ദേവിയുടെ മധുരവാണികൾ മേനയുടെ ഹൃദയക്ഷേത്രത്തിൽ അവാച്യമായ ദിവ്യാനന്ദത്തിന്റെ പീയൂഷധാര നിറച്ചു. നിമിഷങ്ങൾക്കു ശേഷം മേന ദേവിയുടെ തിരുസന്നിധിയിൽ തന്റെ എളിയ അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ ദേവി ചോദിക്കുകയാണ്, എന്ത് വരമാണ് നിങ്ങൾക്ക് ഞാൻ നൽകേണ്ടതെന്ന്. അങ്ങനെ മേന തന്റെ വരം എന്താണെന്ന് പറയുകയാണ് ദേവിയോട്. ദയാവാത്സല്യങ്ങളുടെ നിറദീപമായ ദേവി, അനന്തമായ കാരുണ്യത്തിന്റെ ആത്മഹർഷം ജീവികൾക്കായി പ്രദാനം ചെയ്യുന്ന ജഗദംബികെ, അവിടുത്തെ പ്രത്യക്ഷ ദർശനം തന്നെ എനിക്ക് ലഭിച്ച അപൂർവമായ വരപ്രസാദമാണ്. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളുടെ മൂലകാരണമായി വർത്തിക്കുന്ന ശിവേ, അവിടുന്ന് വിജയിക്കട്ടെ. ദീർഘായുസും ഉത്തമ ഗുണങ്ങളുള്ള 100 പുത്രന്മാർക്ക് ജന്മം കൊടുക്കുവാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടാകണം. കൂടാതെ സാത്വിക ഗുണങ്ങളുടെ വിശുദ്ധ ജ്യോതിസ് പോലെ ജ്വലിക്കുന്നവളും മുന്തിയ ആകാരകാന്തിയുള്ളവളും അഷ്ടൈശ്വര്യങ്ങൾ ഒത്തുചേർന്ന് സമ്മേളിക്കുന്ന ഭാവത്തിലുള്ള ഒരു പുത്രിക്ക് ജന്മമേകുവാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടാകണം. അങ്ങനെ മേന പറയുകയാണ്, എനിക്ക് 100 പുത്രന്മാരെ തരണം, അതോടൊപ്പം തന്നെ ദേവി തന്നെ എനിക്ക് പുത്രിയായിട്ട് വരണം എന്ന് പറയുകയാണ്. ത്രിലോകങ്ങളിലും ആദരിക്കപ്പെടുന്ന ദിവ്യഭാവം അവളിൽ സദാ വിളങ്ങണം. ദേവി, അവിടുന്ന് ഈ ഭക്തിയിൽ സംപ്രീതയാണെങ്കിൽ അമ്മ തന്നെ എന്റെ ഉദരത്തിൽ സൽപുത്രിയായി ജനിക്കണമെന്നാണ് എന്റെ അപേക്ഷ. ശിവേ ദേവി, അവിടുന്ന് പുത്രീ രൂപത്തിൽ ഈ ഉള്ളവരുടെ ഉദരത്തിൽ പിറക്കുന്നതിലൂടെ ദേവന്മാരുടെ ദുഃഖം അകറ്റി അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ അത് വഴിതെളിക്കും. മാത്രമല്ല ദേവി, എന്റെ അപേക്ഷ പ്രകാരം പുത്രീഭാവത്തിൽ അവതരിച്ചാൽ പ്രപഞ്ചഭരണത്തിന്റെ ഗതി ഐശ്വര്യപൂർണമാകുകയും അതിലൂടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത് ആധാരമായി തീരുന്നതുമാണ്. അതുകൊണ്ട് സ്വാതികയായ പുണ്യമാതേ, അവിടുത്തെ ഈ ദാസിയുടെ ആഗ്രഹം സാധിച്ചു തരണേ. മേനയുടെ ഈ ഭക്തി പ്രഹർഷത്തോടെയുള്ള വാക്കുകളിലെ വശ്യതയും അവരുടെ മനോദർപ്പണത്തിന്റെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവീ സങ്കല്പത്തിന്റെ ദൃഢതയും തന്റെ ദിവ്യശക്തിയാൽ ഗ്രഹിച്ച ശിവ വർദ്ധിച്ച ആനന്ദത്തോടെ പറഞ്ഞു. അങ്ങനെ ദേവി പറയുകയാണ്, മേനെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ഗുണവാന്മാരായ 100 ഉത്തമ പുത്രന്മാർ ജനിക്കും. അവരിൽ ഒരുവൻ മഹാപ്രബലനും പ്രതാപശാലിയുമായിരിക്കും. മൈനാകം എന്ന പേരിൽ അവൻ ത്രിലോകങ്ങളിലും പ്രസിദ്ധനാകും. കൂടാതെ നിന്റെ പ്രത്യേക വരദാനാപേക്ഷ പ്രകാരം നാം നിന്റെ പുത്രിയായി അവതാരം കൈക്കൊണ്ട് ദേവന്മാരുടെ വിഷാദം അകറ്റുന്നതാണ്. നിനക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരട്ടെ. അങ്ങനെ ദേവി മേനയെ അനുഗ്രഹിക്കുകയാണ്. ഞാൻ തന്നെ നിനക്ക് 100 പുത്രന്മാരും ജനിക്കും. അതുപോലെ ഞാൻ തന്നെ ദേവി തന്നെ നിന്റെ പുത്രിയായിട്ട് ജനിക്കുന്നതാണ്. എന്നിട്ട് ഈ ദേവന്മാരുടെ എല്ലാവരുടെയും വിഷാദങ്ങള് എല്ലാം തന്നെ മാറ്റി എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് ദേവി അപ്രത്യക്ഷയാവുകയാണ്. ദേവി അന്തർദാനം ചെയ്തു. ആഗ്രഹിച്ച വരങ്ങളെല്ലാം ദേവീ കടാക്ഷത്താൽ നേടിയ മേന സ്വഭവനത്തിലേക്ക് മടങ്ങി. അധികം താമസിയാതെ തന്നെ മേന ഗർഭവതിയായി. 10 മാസം തികഞ്ഞപ്പോൾ ആ ഭാഗ്യവതി ഒരു ഉത്തമ പുത്രന് ജന്മം നൽകി. മൈനാകം എന്ന് നാമകരണം ചെയ്ത ആ പർവ്വതം ഇന്നും സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുവെന്നാണ് വിശ്വാസം. സമുദ്രദേവനുമായി ആത്മബന്ധം പുലർത്തിപ്പോന്ന മൈനാകത്തിന് ധാരാളം ശ്രേഷ്ഠ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ബലപരാക്രമത്തിൽ അദ്ദേഹം അദ്വിതീയനായിരുന്നു. മൈനാകത്തിന്റെ ജനനത്തിനു ശേഷം ദേവിയുടെ വരദാന പ്രകാരം ഒന്നൊന്നായി മേനയ്ക്ക് 99 പുത്രന്മാർ കൂടി ഉണ്ടാവുകയും അങ്ങനെ അവർ സൗഭാഗ്യവതിയായി തീരുകയും ചെയ്തു. പക്ഷേ 100 പുത്രന്മാരെ പ്രസവിച്ചുവെങ്കിലും ദേവിയുടെ തിരു അവതാരം ഉണ്ടാകാത്തതിനാൽ മേന ഭർത്തൃസമേതം വീണ്ടും ദേവിയെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 100 പുത്രന്മാരുണ്ടായതിനു ശേഷവും ദേവി വരുന്നില്ല. അങ്ങനെ ദേവിയുടെ ജനനം ഉണ്ടാവുന്നില്ല. അങ്ങനെ മേന എന്ത് ചെയ്യുകയാണ്? ഭർത്താവുമായിട്ട് ഹിമവാനുമായിട്ട് വീണ്ടും ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. പുത്രിക്ക് വേണ്ടിയുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയുമായി ഹിമവാനും മേനയും ധ്യാനനിരതരായിരിക്കുന്നത് ദേവി അന്തർനയനത്താൽ അറിഞ്ഞു. മഹാമായ പ്രസന്നവും നിർമ്മലവുമായ മനസ്സോടെ ഹിമവാന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അതോടെ ഹിമവാനിൽ അഭൗമമായ ഒരു കാന്തി വലയം ചെയ്തു. അസാധാരണവും അനിർവചനീയവുമായ ആത്മാനന്ദ ലഹരിയിൽ അദ്ദേഹത്തിന്റെ മാനസോദ്യാനം ലീനമായി. തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ദിവ്യപ്രഭയിൽ അദ്ദേഹം ഏതോ ദിവ്യലോകത്തിലേക്ക് എടുത്തുയർത്തപ്പെട്ട ഒരു സവിശേഷ അവസ്ഥയുടെ ദൈവീക വലയത്തിന് പ്രേരകനായതുപോലെ കാണപ്പെട്ടു. അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ ആ പർവ്വതരാജൻ ദേവിയുടെ പൂർണ്ണമായ അംശത്തെ തന്റെ പത്നി മേനയുടെ ഗർഭപാത്രത്തിൽ സന്നിവേശിപ്പിച്ചു. അതോടെ മേനയിൽ ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ദിവസങ്ങൾ കടന്നു പോകും തോറും മേനയുടെ ശരീരകാന്തി പൂർവാധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ മേന ഗർഭവതി ആകുകയാണ്. ദേവി മേനയുടെ ഉദരത്തില് വന്ന് പിറക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും മേന അതീവ സുന്ദരിയായിട്ട് വരികയാണ്. കാരണം ദേവിയുടെ തേജസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ് അല്ലെ. അപ്പൊ ആ തേജസ് കൊണ്ട് തന്നെ മേന വളരെയധികം സുന്ദരിയായിട്ട് വരികയാണ്. ത്രൈലോക്യനാഥയായ ജഗദംബിക തന്റെ അംശം മേനയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും മറ്റു ദേവന്മാരോടൊപ്പം ഹിമവാനെ കാണാനെത്തി. മേനയുടെ ഗർഭത്തിൽ ഗൂഢമായി വർത്തിക്കുന്ന ശിവയെ ദേവന്മാർ വാഴ്ത്തി സ്തുതിച്ചു. 10 മാസം പൂർത്തിയായപ്പോൾ ദേവി മേനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി പറഞ്ഞു, മേനെ, നിന്റെ ആഗ്രഹപ്രകാരം നാം നിന്റെ പുത്രിയായി ജന്മം കൊള്ളുകയാണ്. ലോക കല്യാണത്തിന് വേണ്ടിയുള്ള നമ്മുടെ അവതാരം ദേവന്മാരിലും മറ്റ് ജീവജാലങ്ങളിലും മോദം വളർത്തും. ദേവി ഇത്രയും പറഞ്ഞു മറഞ്ഞു. അങ്ങനെ വസന്ത ഋതുവിൽ ചൈത്രമാസത്തിലെ നവമി തിഥിയും മകയിരം നക്ഷത്രവും കൂടിയ ദിവസം അർദ്ധരാത്രി മേന പൊന്നോമന കുഞ്ഞിന് ജന്മം നൽകി. മേനയുടെ ഉദരത്തിലൂടെ തിരു അവതാരം കൊണ്ട ദേവിയുടെ ആദ്യ ശബ്ദം പ്രകൃതീശ്വരിയെ കുളിരണിയിച്ച ധന്യമുഹൂർത്തത്തിൽ അമ്പരത്തിൽ നിന്നും ചെറു മഴയോടുകൂടിയ പുഷ്പവൃഷ്ടി ഉണ്ടായി. അങ്ങനെ മേന ദേവിക്ക് ജന്മം നൽകുകയാണ്. എപ്പോഴാണ് ദേവിക്ക് ജന്മം നൽകുന്നത്? വസന്ത ഋതുവിലെ ചൈത്രമാസത്തില് നവമി തിഥിയും മകയിരം നക്ഷത്രവും കൂടിയ ഒരു ദിവസം അർദ്ധരാത്രി. അപ്പം പാർവതി ദേവിയുടെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരമാണ്. അങ്ങനെ മകയിരം നക്ഷത്രം കൂടിയ ഒരു അർദ്ധരാത്രി ദിവസമാണ് മേന പാർവതി ദേവിക്ക് ജന്മം നൽകുന്നത്. ദേവിയുടെ ആദ്യ ശബ്ദം പ്രകൃതീശ്വരിയെ കുളിരണിയിച്ച ധന്യമുഹൂർത്തത്തിൽ അമ്പലത്തിൽ നിന്നും ചെറുമഴയോടുകൂടിയ പുഷ്പവൃഷ്ടി ഉണ്ടായി. സുഗന്ധവാഹിയായ മന്ദമാരുതൻ ഹിമാലയത്തെ ആകമാനം തന്റെ മൃദുസ്പർശത്താൽ കോൾമയിർ കൊള്ളിച്ചു. വൃക്ഷലതാദികളെല്ലാം അനിതര സാധാരണമായ ഒരു അനുഭൂതി വിശേഷണത്തിൽ ആനന്ദഭാവം നുകർന്നു. പക്ഷി മൃഗാദികൾ ക്രൂരഭാവം വെടിഞ്ഞ് സ്നേഹശീലരും തരളിത ഹൃദയരും ആയിത്തീർന്നു. പ്രകൃതിക്കാകമാനം ഒരു നവദിവ്യപ്രഭയുടെ വശ്യഭാവം കൈവന്ന രീതിയിൽ അവ ആനന്ദ തുന്തിലരായി നടനഭാവത്തിൽ ആറാടി. ആ ദിവ്യ ശിശുവിനെ ദർശിച്ച് സായുജ്യമടയാനും നമോവാകം അർപ്പിക്കാനും ദേവന്മാർ ഒന്നടങ്കം ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദേവന്മാരും ഒന്നടക്കം ഹിമാലയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ശ്യാമനിറത്തിൽ നീലത്താമരയുടെ അഴകു ചാലിച്ചു ചേർത്ത ഭാവത്തോടെയുള്ള അത്ഭുത ശിശുവിനെ കണ്ട ആ മാതൃഹൃദയം കുളിർകോരി. ദേവി കുഞ്ഞിന്റെ രൂപത്തിൽ അവതരിച്ച ആ മനോഹര രൂപം ദർശിച്ച മേനയ്ക്ക് ആത്മജ്ഞാനം ഉണ്ടായി. അതോടെ തന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന് കൈകാലുകൾ ഇട്ടടിച്ച് ബാലികാഭാവത്തിൽ മധുര മന്ദഹാസമലർ മാസ്മരിക ഭാവം ചുരത്തി നിൽക്കുന്ന അതരപുടങ്ങളിൽ അണിയിച്ചു ചേർത്തുകൊണ്ട് കിടക്കുന്ന ദേവിയുടെ വിശ്വരൂപം മേന തന്റെ ഹൃദയക്ഷേത്രത്തിൽ കണ്ടപ്പോൾ സാക്ഷാൽ ശിവയോടായി ആ പുണ്യജനനി ഭയഭക്തി ബഹുമാനങ്ങളോടെ മുഴിഞ്ഞു. ദേവി പരമേശ്വരി ജഗൽ മാതേ, അവിടുന്ന് എന്നോട് കാട്ടിയ അപാരമായ കാരുണ്യത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ആദിപരാശക്തിയായ ദേവി ജഗദംബികയെ, അവിടുന്ന് സകല ദേവീദേവന്മാരുടെയും ശക്തി കേന്ദ്രമായ ശിവയാണെന്ന് ഞാൻ അറിയുന്നു. ദേവി അമ്മേ, അവിടുത്തെ അനുഗ്രഹത്താൽ ഇതേ രൂപത്തിൽ ദേവി എന്റെ ഹൃദയക്ഷേത്രത്തിൽ സദാ വിളങ്ങുവാൻ ദയവുണ്ടാകണമേ. ദേവി, അവിടുത്തെ ഈ രൂപം ഞാൻ സദാ നേരവും എന്റെ അകതാരിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചു കൊണ്ടിരിക്കും. ഇനി എന്റെ പുത്രിക്ക് അനുയോജ്യമായ രൂപം സ്വീകരിച്ച് ശൈശവ സഹജമായ ലീലകൾ കാട്ടി ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ ദയവുണ്ടാകണമേ. ദേവി, ഈ ഉള്ളവൾ തീർച്ചയായും ധന്യയായിരിക്കുന്നു. അപൂർവ ഭാഗ്യത്തിനുടമയായി തീർന്ന ഞാൻ അവിടത്തേക്ക് സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മേനയുടെ സ്തുതിയിൽ വളരെ സംപ്രീതയായ ദേവി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, മേനെ, നിങ്ങളുടെ നിസീമമായ ഭക്തിയിൽ നാം ഏറെ സംപ്രീതയായതിനാലാണ് നിങ്ങൾ ചോദിച്ച വരങ്ങളെല്ലാം തന്നത്. ഇപ്പോൾ ഈ രൂപത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടത് എന്റെ സ്മരണ എന്നും നിന്റെ ഹൃദയക്ഷേത്രത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ മനുഷ്യരൂപത്തിൽ കാണുന്നത് നിനക്ക് എന്നിലുള്ള വിശ്വാസവും എന്നെക്കുറിച്ചുള്ള വിജ്ഞാനവും കുറയാനിടയാക്കും. അതുകൊണ്ട് നിങ്ങൾ ഇരുവരും പുത്രീഭാവത്തിൽ എന്നെ സ്മരിച്ചുകൊണ്ട് നാളുകൾ പോക്കണം. ഭഗവാൻ പരമേശ്വരന്റെ പത്നീപദം അലങ്കരിച്ചുകൊണ്ട് ദേവന്മാരുടെ ദുഃഖം അകറ്റാനാണ് നാം അവതാരം കൊണ്ടത്. ഉടനെ മേനയും ഹിമവാനും നോക്കി നിൽക്കെ ദേവി വിശ്വരൂപം പ്രാപിച്ചു. അങ്ങനെ ദേവി പറയാണ്, നിങ്ങള് എന്നെ പുത്രിയായിട്ട് തന്നെ കാണേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ദേവി എന്ത് ചെയ്യുകയാണ്? ആ വിശ്വരൂപം, ദേവിയുടെ ആ വിശ്വരൂപം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വിശ്വരൂപം പ്രാപിക്കുകയാണ് ദേവി.
വർഷങ്ങൾ കടന്നുപോയി. യൗവനദശയുടെ പുഷ്പവാടിയിൽ ദേവി പരിമളം പരത്തി പരിലസിച്ചു. ദിവ്യ സൗന്ദര്യത്തിന്റെ പൂർണ്ണമായ ലക്ഷണങ്ങൾ ദേവിയിൽ വിളങ്ങി നിന്നു. അഭൗമമായ ആകാരഭംഗി ഏവരെയും കൗതുകപ്പെടുത്താൻ പര്യാപ്തമായി. ആർഷവിധി അനുസരിച്ചുള്ള വേദപഠനവും വ്രതാനുഷ്ഠാനങ്ങളും ഹൃദ്യസ്ഥമാക്കിയ ദേവിയുടെ കാന്തി മാതാപിതാക്കളിൽ ആനന്ദം വളർത്തി. അങ്ങനെ പരബ്രഹ്മ നിശ്ചയമനുസരിച്ചുള്ള സംഭവഗതിയുടെ ലീലകൾ കൊണ്ടാടാനും തന്റെ അവതാരോദ്ദേശം സാർത്ഥകമാക്കാനും ദേവി തന്റെ അകതാരിൽ നിശ്ചയം കൊണ്ടു. അങ്ങനെ ദേവിയുടെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് ശിവഭഗവാനെ വിവാഹം കഴിച്ചിട്ട് ലോകർക്കെല്ലാം നന്മ വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ദേവി യൗവനയുക്ത ആവുകയാണ്. കൈലാസേശ്വരന്റെ അലംഘനീയമായ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നോണം ഒരു സുദിനത്തിൽ നാരദ മഹർഷി ഹിമവാനെ കാണാൻ സൗഹൃദ സന്ദർശനം എന്നോണം വന്നു ചേർന്നു. പ്രപഞ്ചശില്പിയുടെ സങ്കല്പപുഷ്പം അതിന്റെ സുഗന്ധധാര ലോകരക്ഷാർത്ഥം പ്രസരിപ്പിക്കുന്ന കാലം സമാഗതമായെന്ന സൂചന പ്രകൃതീശ്വരിയുടെ ഹൃദയത്തെ തരളിതമാക്കി. നാരദമുനിയുടെ സന്ദർശനം ശാന്തിയുടെയും നന്മയുടെയും പാവന സന്ദേശ കാവ്യത്തിന്റെയും രചന പൂർത്തിയാക്കുന്നതിനുള്ള മുന്നോടിയാണെന്ന് ഒരുപക്ഷെ ഹിമവാനും മേനയും ഗ്രഹിച്ചിട്ടായിരിക്കാം അവർ അദ്ദേഹത്തെ ഭയഭക്തി ബഹുമാനങ്ങളോടെ പൂജിച്ചിരുത്തി. തങ്ങളുടെ അമൂല്യ സമ്പത്തായും ആദി സ്വരൂപിണിയുടെ തിരു അവതാരമായും വിടർന്നു ശോഭിക്കുന്ന വാത്സല്യപുത്രിയായ പാർവതിയെ കൊണ്ട് മഹർഷിയുടെ പാദപത്മദ്വയങ്ങൾ കഴുകിക്കുകയും നമസ്കരിപ്പിക്കുകയും ചെയ്തു. പിന്നെ സന്തോഷാധിക്യത്തോടെ പർവ്വതരാജൻ നാരദ മഹർഷിയോടായി അഭ്യർത്ഥിച്ചു. അങ്ങനെ നാരദ മഹർഷി അവിടേക്ക് വരികയാണ്. അപ്പോൾ നാരദ മഹർഷി അവരെ അത്യാദരപൂർവ്വം ആദരിച്ച് ഇരുത്തുകയാണ്. എന്നിട്ട് പാർവതി ദേവി കൊണ്ട് പാദപത്മങ്ങളൊക്കെ കഴിവിച്ച് അങ്ങനെ ആദിത്യ സ്വീകരിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ പർവ്വതരാജൻ നാരദ മഹർഷിയോടായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലയോ ബ്രഹ്മപുത്ര, അവിടത്തേക്ക് എൻ്റെ വിനീതമായ പ്രണാമം. അവിടുത്തെ പാദസ്പർശത്താൽ ഈ ഹിമാലയ പർവ്വതം പരമപവിത്രവും ധന്യവുമായി തീർന്നിരിക്കുന്നു. അവിടുത്തെ ആഗമനം എവിടെയുണ്ടായാലും അവിടെ നിന്നും തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ അസൂയയും ദുഷ്ടതയും അജ്ഞത മൂലമുള്ള പാപങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടുന്നു. കൂടാതെ രജോ ഗുണത്തിന്റെ സൃഷ്ടികളായ അഹംഭാവവും അധികാരദാഹത്തോടുള്ള മാത്സര്യവും കാമക്രോധാദികളും ലോഭമോഹാദികളും നീക്കം ചെയ്യപ്പെടുന്നു. അങ്ങനെ അങ്ങയുടെ സാന്നിധ്യം മൂലം അവിടം ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും നിഷ്കാമമായ പ്രേമത്തിന്റെയും ദിവ്യ ഭാവനകളുടെ നടനവേദിയാകുന്നു. അല്ലയോ പൂജനീയനായ മഹർഷിയെ, ഈ ഉള്ളവനോട് കാരുണ്യമുണ്ടാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വാത്സല്യപുത്രിയുടെ ജാതക പ്രകാരമുള്ള ഗുണദോഷങ്ങൾ വ്യക്തമാക്കി തരാൻ ദയ കാട്ടണമേ. അപ്പോ എൻ്റെ മാനസപുത്രിയുടെ ഗുണദോഷങ്ങൾ, ജാതകത്തിലുള്ള ഗുണദോഷങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തരണേന്ന് പറയുകയാണ്. പർവ്വതരാജന്റെ സ്തുതിയിൽ സംപ്രീതനായിത്തീർന്ന നാരദ മഹർഷി സുസ്മേര വദനാനായി പ്രപഞ്ച സത്യത്തിന്റെ കാതൽ അറിയാവുന്ന ആ മഹാമുനി പാർവതിയെക്കുറിച്ച് ചില പ്രവചനങ്ങൾ നടത്തി. അങ്ങനെ പാർവതി ദേവിയെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളൊക്കെ ആ നാരദ മഹർഷി പറയുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പർവ്വതരാജ, അങ്ങയുടെ മകൾ ആദിപരാശക്തി തന്നെ സ്ത്രീ രൂപത്തിൽ വന്ന് അവതാരം കൊണ്ടതാണ്. സകല ശുഭലക്ഷണങ്ങളും ഒരുമിച്ച് സമ്മേളിച്ച് വിലസുന്ന ഈ കന്യകാരത്നം ജീവജാലങ്ങൾക്ക് മോദം വളർത്തുന്ന പരബ്രഹ്മ ജ്യോതിസാണെന്ന കാര്യം അങ്ങ് അറിയുക. ദേവി അങ്ങയുടെ പുത്രിയായി അവതാരം കൈക്കൊണ്ടതിലൂടെ അങ്ങയുടെയും മേനയുടെയും കീർത്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ലോകമുള്ള കാലത്തോളം നിങ്ങളുടെ നാമധേയവും സൽപ്രവർത്തികളും മാലോകർ വാഴ്ത്തി സ്തുതിക്കും. സാക്ഷാൽ പരബ്രഹ്മ തത്വത്തിന്റെ അകക്കാമ്പ് കണ്ടറിഞ്ഞ ഒരു മഹായോഗിയായിരിക്കും അങ്ങയുടെ പുത്രിയുടെ ഭർത്താവായി വരുന്നത്. സജ്ജനങ്ങൾക്ക് മഹത്തായ സന്തോഷം പ്രദാനം ചെയ്യാനും അതിലൂടെ ധർമ്മപരിരക്ഷ നടത്താനുമാണ് അങ്ങയുടെ തപസ്സിന്റെ ഫലമായി ദേവി അങ്ങയുടെ പുത്രീ രൂപത്തിൽ ജന്മം കൊണ്ടത്. ദിഗംബരനും നിർഗുണനും നിഷ്കാമനുമായ ഒരു മഹായോഗിയുടെ വാമഭാഗത്തിരിക്കാനുള്ള ബ്രഹ്മനിശ്ചയ പ്രകാരമാണ് ജഗദീശ്വരി അവതരിച്ചിരിക്കുന്നത്. അങ്ങയുടെ പുത്രിക്ക് ഭർത്താവായി വരുന്ന ആ മഹായോഗിക്ക് അച്ഛനമ്മമാർ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം സാക്ഷാൽ പരബ്രഹ്മം തന്നെയായിരിക്കും മനുഷ്യാകാരം പൂണ്ട പാർവതിയെ പരിണയിക്കാൻ എത്തുന്നത്. അപ്പോ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ശിവഭഗവാൻ തന്നെ ആയിരിക്കും പാർവതി ദേവിയെ പരിണയിക്കാനായിട്ട് വരുന്നത് എന്ന് പറയുകയാണ്. അപ്പോ ആ പരബ്രഹ്മ സ്വരൂപനായതുകൊണ്ട് തന്നെ ആ ഭഗവാന് അച്ഛനമ്മമാരില്ല എന്ന് പറയുകയാണ്. നാരദ മഹർഷിയുടെ പ്രവചനം ശ്രവിച്ച ശൈലരാജനും മേനയും വളരെയധികം ദുഃഖിച്ചു. എന്നാൽ പാർവതി അത്യധികം സന്തോഷിക്കുകയും മഹർഷിയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു.
സമുദ്രം അതിന്റെ സത്യം ലംഘിച്ച് അതിർത്തി വിട്ടൊഴുകിയാലും നഭോമണ്ഡലത്തിൽ നിലകൊള്ളുന്ന താരകങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചാലും നാരദ മഹർഷിയുടെ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകില്ലെന്നറിയാമായിരുന്ന ദേവി ശ്രീ പരമേശ്വരനെ തന്റെ മാനസോദ്യാനത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ദേവിക്ക് അത് കേട്ടിട്ട് വളരെയധികം സന്തോഷം ഉണ്ടാകുകയാണ്. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? തൻ്റെ ഭഗവാനെ ശിവഭഗവാനെ മനസ്സിൽ ദേവി പ്രതിഷ്ഠിക്കുകയാണ്. വ്യസനാധിക്യത്തോടെ പർവ്വതരാജൻ നാരദനോട് വിനയാന്വിതനായി ചോദിച്ചു, മഹാപ്രഭോ, അവിടുത്തെ തിരുനാവിൽ നിന്നും അടർന്നു വീണ അതുല്യ മലരുകളായ സുഗന്ധവചനങ്ങൾക്കൊരിക്കലും മാറ്റമുണ്ടാകില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ വാത്സല്യനിധിയായ പുത്രിയുടെ ഭാവി വരനെ കുറിച്ചുള്ള അങ്ങയുടെ പ്രവചനം കേട്ടപ്പോൾ മനസ്സിൽ വിഷാദത്തിന്റെ പുകച്ചുരുൾ പടർന്നു. എന്റെ മകളെ രക്ഷിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചരുളാൻ കരുണയുണ്ടാകണമേ. ശൈലരാജന്റെ മനോഗതം മനസ്സിലാക്കിയ നാരദ മഹർഷി തെല്ലൊരത്ഭുതത്തോടെ പറഞ്ഞു, ഹേ ശൈലരാജ, അങ്ങയുടെ വ്യസനം കാര്യങ്ങളുടെ ഗൗരവം ശരിക്കും അറിയാത്തത് മൂലം ഉണ്ടായിട്ടുള്ളതാണ്. വിധാതാവ് സ്വനിശ്ചയത്താൽ കുറിച്ച കൈരിക ഒരിക്കലും പാഴാകുകയില്ല. നാം നേരത്തെ പറഞ്ഞ മഹായോഗി ശ്രീ ശങ്കരനാണ്. മഹാദേവനായ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. ആദ്യ സ്വരൂപവും പരബ്രഹ്മവും അദ്ദേഹം തന്നെ. ആ പരമാത്മാവിന്റെ അറിവോ നിശ്ചയമോ കൂടാതെ അണ്ടകടാഹങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. അങ്ങനെയുള്ള ശ്രീ പരമേശ്വരനെ അങ്ങയുടെ പുത്രിക്ക് ഭർത്താവായി ലഭിക്കുക എന്നത് മഹാഭാഗ്യമാണ്. സർവ്വദേവന്മാരും മുനികളും ജീവജാലങ്ങളും പൂജിച്ച് ആരാധിക്കുന്ന മഹേശ്വരൻ എല്ലാ അർത്ഥത്തിലും അങ്ങയുടെ പുത്രിക്ക് ലഭിക്കുവാൻ പോകുന്ന മഹത്തായ വരപ്രസാദം തന്നെയാണ്. ആ ജഗദീശ്വരനേക്കാൾ സർവ്വയോഗ്യതയും ഒത്തിണങ്ങി വിലസുന്ന മറ്റൊരു രാജൻ ത്രിലോകങ്ങളിൽ എങ്ങുമില്ല. രുദ്രന്റെ വാമഭാഗത്തിരിക്കാൻ ബ്രഹ്മനിശ്ചയത്താൽ ജന്മം കൊണ്ട പാർവതിക്ക് അദ്ദേഹത്തിന്റെ അനുകൂലിയാകാനേ കഴിയൂ എന്ന കാര്യം കൂടി അങ്ങിപ്പോൾ അറിയണം. മറ്റെന്തെങ്കിലും ചിന്ത അങ്ങയുടെ മനസ്സിൽ അങ്കുരിച്ചാൽ അത് അനേകം സംഭവങ്ങൾക്ക് വഴിയൊരുക്കും. അങ്ങയുടെ ഈ സുന്ദരീ രത്നം തപസ്സിലൂടെ യോഗിനിയായി ശ്രീ സദാശിവനെ വശീകരിക്കും. ഇവരുടെ പ്രേമം ജീവിതത്തിൽ ആർക്കും ലഭിക്കാത്ത വിധം അതുല്യവും ദിവ്യവും ദൃഢതരവും പരബ്രഹ്മ നിശ്ചയത്തിൽ അധിഷ്ഠിതവുമായിരിക്കും. ദേവന്മാർക്ക് ആനന്ദം അനുഭവിക്കുവാനും അതിലൂടെ ജീവികളുടെ സ്ഥിതിക്ക് ശാന്തിയുടെയും സത്യത്തിന്റെയും ദിവ്യശക്തി പകരുവാനുമാണ് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ജന്മമെടുത്തിരിക്കുന്നതെന്ന കാര്യം കൂടി അങ്ങ് അറിയണം. അതുകൊണ്ട് അങ്ങയുടെ ഈ കന്യകയെ ഭഗവാൻ സദാശിവനല്ലാതെ മറ്റാർക്കും തന്നെ കൊടുക്കരുത്. പക്ഷേ അങ്ങേക്ക് മറിച്ചൊന്ന് ചിന്തിക്കാൻ തന്നെ അവകാശവുമില്ല. അങ്ങും പത്നി മേനയും പാർവതിയുടെ അവതാരത്തിന് നിമിത്തം മാത്രമാണെന്ന് സത്യം സദാ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ പാർവതി ദേവിയെ പരമശിവന് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കാവുള്ളൂ. അവര് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും അവതരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പാർവതിയുടെ അവതാരത്തിന് നിമിത്തം മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് പറയുന്നത്. നാരദ മഹർഷിയുടെ ഭാവി പ്രവചനം കേട്ട ശൈലരാജന്റെ അകക്കാമ്പിൽ സംശയങ്ങൾ ഉരുണ്ടുകൂടി. ദുരൂഹങ്ങളായ പല സംഗതികളും ഇനിയും വെളിപ്പെടുത്തേണ്ടതുണ്ടെന്നറിഞ്ഞ അദ്ദേഹം മുനീശ്വരനോട് ചോദിച്ചു, അല്ലയോ മഹർഷിയെ, പ്രപഞ്ച ഭരണ സംവിധാനത്തിന്റെ പിന്നൊളിഞ്ഞു പ്രവർത്തിക്കുന്ന നിഗൂഢങ്ങളായ സത്യപ്പൊരുൾ അനാവരണം ചെയ്യുവാനുള്ള അങ്ങയുടെ അനുതരണ സാധാരണമായ അത്ഭുത സിദ്ധികളെ കുറിച്ച് നാം എന്നോ കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ദേവന്മാരുടെ ആന്തരിക നയനങ്ങളിൽ പോലും വെളിപ്പെടാത്ത വിധത്തിൽ സദാശിവൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ മഹേശ്വരന്റെ മനസ്സ് മാറ്റി തന്റെ പുത്രിയെ അദ്ദേഹത്തിന് എങ്ങനെ പരിണയിക്കാൻ കഴിയും? മാത്രമല്ല സതിയെ അല്ലാതെ മറ്റൊരു അങ്കനാമണിയെയും വേളി കഴിക്കില്ല എന്ന് ശ്രീ ഭഗവാൻ പണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള കാര്യം അങ്ങേക്കും അറിയാവുന്നതല്ലേ? അങ്ങനെയുള്ള സദാശിവൻ മറ്റൊരു കന്യകയെ സ്വീകരിക്കാൻ ഒരുമ്പെടുന്നതിലൂടെ അദ്ദേഹം സ്വയം കൈക്കൊണ്ട പ്രതിജ്ഞ ലംഘിക്കലാവില്ലേ? അപ്പോ അവരൊരു സംശയം പറയുകയാണ്. ശ്രീ പരമേശ്വരൻ സതീദേവിയെ മാത്രമല്ലേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. സതീദേവിയുടെ വിരഹത്താൽ ദുഃഖിതനായിരിക്കുന്ന അദ്ദേഹം തന്റെ പുത്രിയായ പാർവതിയെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ശൈലരാജന്റെ സംശയം ഉചിതവും പ്രപഞ്ച സത്യം വെളിപ്പെടുത്തി കിട്ടാനുള്ള വഴിതുറക്കലുമാണെന്നറിഞ്ഞ നാരദ മഹർഷി പുഞ്ചിരിക്കുകയും ശിരസ് മെല്ലെ താളാത്മകമായി ചലിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു പൂർവ്വ സംഭവത്തിന്റെ രഹസ്യ ചെപ്പ് മെല്ലെ തുറക്കാൻ തുടങ്ങി. അങ്ങനെ നാരദ മഹർഷി ഒരു രഹസ്യം പറയുകയാണ്.
ഹേ രാജൻ, നിങ്ങളുടെ ഈ പുത്രി പൂർവജന്മത്തിൽ ഭഗവാൻ ശ്രീ ശങ്കരന്റെ പത്നിയും ദക്ഷന്റെ പുത്രിയുമായ സതിയായിരുന്നു. അപ്പൊ പാർവതി ദേവി മറ്റാരുമല്ല, ജന്മത്തിലെ ദക്ഷന്റെ പുത്രിയും ശിവഭഗവാന്റെ പത്നിയുമായിട്ടുള്ള സതീദേവി തന്നെ ആയിരുന്നു പാർവതി ദേവി എന്ന് പറയുകയാണ്. പിതാവ് നടത്തിയ മഹായാഗവേദിയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ചെന്ന സതിയെ അദ്ദേഹം അനാദരിക്കുകയും ശ്രീ ശങ്കരനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ആക്ഷേപ ശരങ്ങളേറ്റ് വ്രണിത ഹൃദയത്തോടെ ദേവി സതി ഹോമാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു. ദേവിയുടെ പുനരവതാരം ആഗ്രഹിച്ചുകൊണ്ടുള്ള ദേവന്മാരുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയുടെ ഫലമെന്നോണം സദാശിവന്റെ നിശ്ചയത്താൽ ദേവി പാർവതി എന്ന നാമധേയത്തിൽ അങ്ങയുടെ പുത്രിയായി പുനരവതാരം കൈക്കൊണ്ടതാണ്. പൂർവ്വ നിശ്ചയമാണിവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എല്ലാത്തിനും അധികാരിയായ പരബ്രഹ്മ സ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ പത്നിയായി വർത്തിച്ചുകൊണ്ട് ലോകരുടെ ക്ഷേമം നടപ്പിലാക്കാനാണ് ദേവി അങ്ങയുടെ പുത്രിയായി ജന്മമെടുത്തത്. അപ്പോ ശ്രീ പരമേശ്വരന്റെ കൂടെ പത്നീപദം അലങ്കരിച്ചുകൊണ്ട് അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സതീദേവിയുടെ തന്നെ അവതാരമായിട്ടുള്ള പാർവതി ദേവി അങ്ങയുടെ പുത്രിയായിട്ട് ജനിച്ചത് എന്ന് പറയുകയാണ്. നാരദ മുനീശ്വരന്റെ ദാർശനിക പ്രഭാഷണം ശ്രവിച്ചിരുന്ന പർവ്വതരാജനും പത്നി മേനയും ആനന്ദാതിരകത്താൽ മതിമറന്നു. തന്റെ പൂർവ്വജന്മ കഥാകഥനം അമൃതധാര പോലെ അനുഭവിച്ചറിഞ്ഞ പാർവതി ലജ്ജാമുഖിയായി നിന്നു. ആദി സ്വരൂപിണിയായ ദേവിക്ക് സംഭവങ്ങളെല്ലാം അറിയാമായിരുന്നു. തന്റെ ജന്മോദ്ദേശം വ്യക്തമായും അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത മട്ടിൽ ഒരു സാധാരണ രാജകുമാരിയുടെ മട്ടിലും ഭാവത്തിലും ദേവി നിലകൊണ്ടു. ഹിമവാൻ വാത്സല്യാതിരകത്തോടെ തന്റെ പുത്രിയെ തലോടി. അപൂർവമായ ഒരു വരദാന സൗഭാഗ്യ താരകമാണ് തന്റെ തപസ്സിന്റെ ഫലമായി ശ്രീ ഭഗവാൻ പ്രദാനം ചെയ്തിരിക്കുന്നതെന്നറിഞ്ഞ ഹിമവാൻ പരമമായ ദിവ്യാനന്ദ ലഹരി നുണഞ്ഞുകൊണ്ട് നിന്നു. ഇതെല്ലാം കണ്ടറിഞ്ഞ നാരദമുനി ദേവലോകത്തേക്ക് പോയി. ദിനങ്ങൾ വീണ്ടും ഭൂതകാലത്തിന്റെ യവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു. ഒരു ദിവസം മേന പ്രാണനാഥനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നാഥ, നാരദമുനി പറഞ്ഞതൊന്നും എനിക്ക് ശരിയായി മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മുടെ പുത്രി യൗവനദശയുടെ ഉദ്യാനത്തിൽ ദിവ്യസ്മരണകളുടെ കുസുമങ്ങൾ പേറി വിവാഹത്തിന്റെ സർവ്വലക്ഷണങ്ങളും ഒത്തുചേർന്ന മട്ടിൽ എത്തിയിരിക്കുകയാണ്. അതീവ സുന്ദരനും വാഗ്മിയും ധർമ്മത്തിന്റെ അകക്കാമ്പ് കണ്ടറിഞ്ഞവനും ദിവ്യമായ സ്നേഹാമൃതം പ്രദാനം ചെയ്യാനുള്ള വിശാല ഹൃദയനും അഷ്ടൈശ്വര്യങ്ങളുടെ ലക്ഷണങ്ങളെ എല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്നവനും സർവഗുണ സമ്പന്നനുമായ ഒരു ഉത്തമ പുരുഷനെ നമുക്ക് ഉടനെ തന്നെ കണ്ടെത്തണം. മേനയുടെ അപേക്ഷ കേട്ട ഹിമവാൻ വിശാല മനസ്സിൽ നിന്ന് ഉത്ഭുതമായ ഒരു മന്ദഹാസം മുഖത്തിന് ആഭരണമായി ധരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രാണപ്രിയെ, നീ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തി ശ്രീ ശങ്കരൻ മാത്രമല്ല, നാരദ മഹർഷിയുടെ വാക്കുകൾ ഒരിക്കലും പാഴാവുകയില്ലെന്ന് ഓർക്കണം. ബ്രഹ്മജ്ഞാനിയായ അദ്ദേഹം പ്രവചിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി യാതൊന്നും ചെയ്യാൻ നമുക്കാവില്ല. അതുകൊണ്ട് ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്താൻ നീ പാർവതിയെ പ്രേരിപ്പിക്കണം. ദീർഘനാളത്തെ നമ്മുടെ തപസ്സിന്റെ ഫലമായി ലഭിച്ച അമൂല്യമായ നാരീരത്നമായ നമ്മുടെ പുത്രിയെ രുദ്രദേവൻ പരിണയിക്കാൻ ഒരുങ്ങിയാൽ അതിനേക്കാൾ മഹാഭാഗ്യം വേറെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അരുമയായ പുത്രി ഓംകാരപ്പൊരുളും പരബ്രഹ്മം തന്നെ ആകാരം കൈക്കൊണ്ടവനുമായ ശ്രീ ശങ്കരന്റെ അർദ്ധാംശമായി മാറിയാൽ അത് ലോകരുടെ കല്യാണത്തിന് വഴിതെളിക്കും. ആയതിനാൽ അടുത്തു വരുന്ന ഒരു ശുഭമുഹൂർത്തം നോക്കി ശിവാരാധന തുടങ്ങുവാൻ പാർവതിയെ പ്രേരിപ്പിക്കാം. ഭർത്താവിന്റെ സ്നേഹപൂർണമായ വാക്കുകൾ മേനയുടെ മനസ്സിലെ സന്തോഷത്തിന്റെയും ശാന്തിയുടെയും നിറദീപം തെളിച്ചുവെങ്കിലും വാത്സല്യനിധിയായ പുത്രിയെ തപസ്സിന് പ്രേരിപ്പിക്കാൻ ആ മാതൃഹൃദയം വിമുഖത പ്രകടിപ്പിച്ചു. മേനയുടെ വദനം വിഷാദഭാവത്താൽ മ്ലാനമായിരിക്കുന്നത് കണ്ടറിഞ്ഞ പാർവതി തെല്ലൊരത്ഭുതത്തോടെ പറഞ്ഞു, മാതേ, എന്താണ് ഇങ്ങനെ ദുഃഖിതയായിരിക്കുന്നത്? അമ്മയ്ക്ക് ആനന്ദം പകരുന്ന ശുഭകാര്യം ഞാൻ പറയട്ടെ. ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. അതീവ തേജസ്സോടു കൂടിയ ഒരു ബ്രാഹ്മണൻ എൻ്റെ അരികിൽ വന്നു. 2 കൈയും എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് സദാശിവന് തപസ്സനുഷ്ഠിച്ച് പ്രീതിപ്പെടുത്തണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ശിവപ്രീതി ഉണ്ടായാൽ അപൂർവമായ വരപ്രസാദം ലഭിക്കുമെന്നും അത് ലോകരുടെ ഐശ്വര്യത്തിനും ആനന്ദപൂർണമായ ജീവിതത്തിനും നിദാനമായി തീരുമെന്നും ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്നോട് പറഞ്ഞു. പാർവതി പറഞ്ഞ സ്വപ്നവൃത്താന്തം കേട്ട മേന അത്ഭുതത്തോടും വികാരഭരിതയുമായി ഭർതൃസവിധത്തിലെത്തി. പത്നി പാർവതിക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹിമവാൻ തനിക്കുണ്ടായ സ്വപ്ന ദർശനവും വെളിപ്പെടുത്തി. മേനെ, പ്രിയ പത്നി, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ ഉറങ്ങിക്കിടന്ന നേരത്ത് പ്രഭാപൂരം വ്യാപിപ്പിക്കുന്ന ഒരു താപസൻ എൻ്റെ അരികിൽ വന്നു. എൻ്റെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനവും കൂടുതൽ പ്രകാശത്തോടെ എല്ലാം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു.
ആ താപസന് മഹർഷി നാരദൻ പറഞ്ഞു തന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. കഠിനമായ വ്രതം അനുഷ്ഠിക്കാനാണ് എത്തിയതെന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചപ്പോൾ ഞാൻ നമ്മുടെ പാർവതിയെയും കൂട്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങയെ സേവിക്കാൻ എന്റെ മകൾക്ക് അനുവാദം നൽകണമേ. എന്റെ അപേക്ഷ അദ്ദേഹം പൊടുന്നനെ നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ടായി. തർക്കം മൂർച്ഛിച്ചപ്പോൾ ഭഗവാൻ ശംഭു അവിടെ ആഗതനായി. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയോടെ അദ്ദേഹത്തെ സേവിച്ചു കൊള്ളാൻ പാർവതിക്ക് അനുമതി ലഭിച്ചു. ഇതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. അപ്പം പാർവതീദേവി ആ സ്വപ്നം കണ്ടു. അതുപോലെ തന്നെ പാർവതീദേവിയുടെ അച്ഛനായിട്ടുള്ള ഹിമവാനും അങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. പിതാവായ ഹിമവാന്റെയും മാതാവായ മേനയുടെയും മനസ്സിൽ കുടിയേറിയിരുന്ന സംശയത്തിന്റെ മാറാല നീക്കം ചെയ്യാനും അതിലൂടെ ശിവപാർവതി സംഗമത്തിനുള്ള വേദി ഒരുക്കാനുമുള്ള പരബ്രഹ്മ സ്വരൂപമായ സാക്ഷാൽ പരമേശ്വരന്റെയും ആദി സ്വരൂപിണിയായ ദേവിയുടെയും ഗൂഢമായ ലീലാവിലാസത്തിന്റെ ഭാഗമായിരുന്നു പാർവതിയും ഹിമവാനും കണ്ട സ്വപ്നം. ദേവി പാർവതി സ്വന്തം ലീലയാൽ തന്റെ ഇംഗിതം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നു അത്. പരബ്രഹ്മ സ്വരൂപനായ സദാശിവൻ സുനിശ്ചയത്താൽ ദേവിയെ തന്റെ വാമഭാഗത്തിരുത്തുവാൻ വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഹിമവാന്റെ ഉപബോധ മനസ്സിൽ ഒരു സ്വപ്ന നാടകം അരങ്ങേറിയത്. ശ്രീ ശങ്കരന്റെ അനന്തമായ ലീലാവിലാസങ്ങൾ അവ്യാജവും അത്ഭുതവുമാണ്. ഹിമവാന് മറ്റൊരു പുത്രിയുണ്ടായി. മംഗളസ്വരൂപിണിയായ ആദിദേവതയുടെ അംശമായിട്ടാണ് പുത്രി ജനിച്ചത്. പൂർവ്വജന്മത്തിൽ ദക്ഷന്റെ പുത്രിയായിരുന്ന സതിയാണ് ഹിമവാന്റെ കുഞ്ഞായി തിരു അവതാരം കൊണ്ടത്. ഈ സന്തോഷ വാർത്ത ദേവലോകത്തും പരന്നു. അങ്ങനെ ദേവിയെ ദർശിക്കാനെന്ന ഭാവത്തിൽ നാരദ മഹർഷി അവിടെ ആഗതനായി. അദ്ദേഹം ഹിമവാനോട് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം വീണ്ടും നാരദ മഹർഷി അവിടേക്ക് ആഗതനാവുകയാണ്. നാരദ മഹർഷി അവിടേക്ക് ആഗതനാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിവഭഗവാന് വേണ്ടിയിട്ട് പാർവതീ ദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ചോദിക്കാനായിട്ടാണ് നാരദ മഹർഷി അവിടേക്ക് ആഗതനാകുന്നത്. ഹേ പർവ്വതരാജൻ, അങ്ങ് മഹാഭാഗ്യത്തിനുടമയായി തീർന്നിരിക്കുന്നു. ആദി സ്വരൂപിണിയായ ദേവി സതി തന്നെയാണ് അങ്ങയുടെ ആനന്ദം വർദ്ധിപ്പിക്കാൻ അവതാരം കൊണ്ടിരിക്കുന്നത്. ദക്ഷന്റെ ക്രൂരകൃത്യം കാരണം ദുഃഖിതയായി തീർന്ന ദേവി യാഗവേദിയിൽ വെച്ച് അഗ്നിക്ക് ശരീരം സമർപ്പിച്ചത് കാരണം ഭഗവാൻ ശ്രീശങ്കരൻ കാമപീഠത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് ദേവി തന്നെ സ്ത്രീരൂപം കൈക്കൊണ്ടാണ് അങ്ങയുടെ പുത്രിയായി ജന്മമെടുത്തതിന്റെ ഉദ്ദേശം. സദാശിവന്റെ പത്നീപദം അലങ്കരിച്ചുകൊണ്ട് ലോകരുടെ ഐശ്വര്യം നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങ് ഈ സർവാംഗ സുന്ദരിക്ക് ഗംഗ എന്ന് നാമകരണം ചെയ്യണം. ത്രൈലോക്യനാഥയായ ഈ ദേവിയെ നൽകണമെന്ന അഭ്യർത്ഥനയുമായി വിരിഞ്ചൻ അങ്ങയുടെ അരികിൽ വരും. യാതൊരുവിധ മടിയും കൂടാതെ അങ്ങ് പുത്രിയെ അദ്ദേഹത്തിന് നൽകണം. വിധാതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീ ശങ്കരൻ ദേവലോകത്ത് വെച്ച് ഗംഗയെ പാണീഗ്രഹണം ചെയ്യും. അങ്ങനെ ശങ്കരൻ ഗംഗാദേവിയെ പാണീഗ്രഹണം ചെയ്യുന്നു പറയണം. അതായത് ഗംഗാദേവി മറ്റൊരു പുത്രിയാണ്. ആ പുത്രിയെ അവിടെ കൊടുത്തിട്ട് പറയുകയാണ് ഭഗവാൻ ശ്രീ ശങ്കരന് തന്നെ പരമേശ്വരന് തന്നെ ഗംഗാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. നാരദ മഹർഷിയുടെ വാക്കുകൾ ഹിമവാനെ കുളിരണിയിപ്പിച്ചു. തനിക്ക് വന്നു ചേർന്ന അസുലഭമായ മഹാഭാഗ്യത്തെക്കുറിച്ചോർത്ത് അദ്ദേഹം ശ്രീ ഭഗവാനെ മനസാ സ്മരിച്ചു. ദിവസങ്ങൾക്കു ശേഷം ഹിമവാൻ ഒരു സ്വപ്നം കണ്ടു. പൂജനീയനായ പിതാശ്രീ, ഞാൻ അവിടുത്തെ പുത്രിയായ ഗംഗയാണ്. പൂർവ്വജന്മത്തിൽ ഞാൻ ദക്ഷ പ്രജാപതിയുടെ മകളായി ജനിച്ച സതിയാണ്. സദാശിവന്റെ കുടുംബിനിയായിരുന്ന ഞാൻ പിതാവിനാൽ അപമാനിതയായത് കാരണം ശരീരത്യാഗം ചെയ്തു. എന്റെ അഭാവത്തിനാൽ ഭഗവാൻ വിരഹവേദന അനുഭവിക്കുകയാണ്. വീണ്ടും എന്നെ ധർമ്മപത്നിയായി കിട്ടണമെന്ന നിശ്ചയത്താലാണ് അദ്ദേഹം കാമപീഠത്തിൽ തപസ് അനുഷ്ഠിക്കുന്നത്. അങ്ങും എന്നെ പുത്രിയായി ലഭിക്കാൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് അർദ്ധാംശമായി പുനരവതാരം കൈക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവും ദേവേന്ദ്രനും എന്നെ പരമശിവനോട് ചേർക്കാനായി അങ്ങയോട് പ്രാർത്ഥിക്കും. നിറഞ്ഞ മനസ്സോടെ എന്നെ ആ ദേവന്മാരുടെ കൈകളിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങ് ദുഃഖിക്കരുത്. എല്ലാം ആലോകരുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണെന്ന സത്യം അങ്ങയുടെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം. ആദിപരാശക്തിയായ ജഗദംബിക സ്വപ്നത്തിലൂടെ നടക്കാൻ നിന്ന സത്യവചസ്സുകളെ ഓതിയപ്പോൾ ഹിമവാൻ ആനന്ദാതിരകത്താൽ മതിമറന്നു. ദിനങ്ങൾക്കു ശേഷം പ്രവചിച്ചതുപോലെ സൃഷ്ടികർത്താവായ വിരിഞ്ചൻ ഹിമവാന്റെ ചാരത്തെത്തി. ഹാർദവുമായ വരവേൽപ്പോടും ആചാര മര്യാദകളോടും സ്വീകരണത്താലും ഉയർന്ന പീഠത്തിൽ ഉപവിഷ്ടനായ ബ്രഹ്മദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹേ രാജൻ, പരബ്രഹ്മ നിശ്ചയപ്രകാരമാണ് നാം ഇപ്പോൾ അങ്ങയെ ദർശിക്കാനും മുഖ്യമായൊരു കാര്യം ആവശ്യപ്പെടാനും വന്നു ചേർന്നത്. അതുല്യവും വാചാരഗോചരവുമായ സൗഭാഗ്യ താരഗോദയത്തിലൂടെ അങ്ങയുടെ ജീവിതം ധന്യമായിരിക്കും.
ധന്യമായിരിക്കുന്നു. മറ്റാർക്കും ഇന്നേ വരെ ലഭിച്ചിട്ടില്ലാത്ത സൗഭാഗ്യമാണ് അങ്ങയുടെ വാത്സല്യനിധിയായ പുത്രി ഗംഗയെ നമ്മുടെ സംരക്ഷണത്തിലേക്ക് വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കാനാണ് നാം എത്തിയിരിക്കുന്നത്. അങ്ങയുടെ നാമധേയം ലോകമുള്ള കാലത്തോളം നിലനിൽക്കുന്ന വിധത്തിലുള്ള പുണ്യ സഞ്ചയം സമ്പാദിച്ചുകൊണ്ട് എന്റെ അഭ്യർത്ഥന നിരസിക്കില്ലെന്നാണ് നാം അറിയുന്നത്. ബ്രഹ്മദേവന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടിരുന്ന ഹിമവാൻ സുസ്മേരവദനായി പറഞ്ഞു, സൃഷ്ടികർത്താവായ മഹാപ്രഭോ, അങ്ങ് എന്റെ പുത്രിയെ നൽകണമെന്ന അഭ്യർത്ഥനയുമായി എത്തുമെന്ന വസ്തുത നാം നേരത്തെ അറിഞ്ഞിരിക്കുന്നു. കന്യക മാതാവിനും പിതാവിനും സ്വന്തമല്ലെന്ന് നമുക്കറിയാം. അപരന്റെ ധനമായ കന്യകയെ ഒരു പിതാവിനും കൈവശം വെച്ചുകൊണ്ടിരിക്കാനാവില്ല. അതുകൊണ്ട് ഞാനിതാ നിറഞ്ഞ മനസ്സോടെ എന്റെ അമൂല്യനിധിയായ പുത്രിയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകമംഗളത്തിനു വേണ്ടി തിരു അവതാരം കൈക്കൊണ്ട ദേവിയെ അങ്ങ് സ്വീകരിച്ചാലും. പുത്രിയുടെ കയ്യിൽ പിടിച്ച് ബ്രഹ്മദേവൻ ഏൽപ്പിക്കാൻ സമയത്ത് ആ പിതൃഹൃദയം തേങ്ങി. മകളെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. സ്നേഹാമൃതം നിറഞ്ഞ ഹിമവാന്റെ ഹൃദയത്തിന്റെ തേങ്ങൽ മനസ്സിലാക്കിയ ഗംഗാദേവി പിതാവിനെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പിതാശ്രീ, അങ്ങയുടെ വിഷാദം ഞാൻ ശരിക്കും അറിയുന്നുണ്ട്. ഞാൻ ഏത് ദേശത്ത് പോയാലും എന്റെ നിത്യ സാന്നിധ്യം ഈ ഹിമാലയത്തിൽ സദാ പരിലസിക്കും. അങ്ങ് വിഷാദത്തോടെ ഇരുന്നാൽ ഞാൻ എങ്ങനെയാണ് ബ്രഹ്മദേവനോടൊപ്പം സന്തോഷത്തോടു കൂടി പോവുക? നിറഞ്ഞ സന്തോഷത്തോടു കൂടി വേണം എന്നെ യാത്രയാക്കേണ്ടത്. ഗംഗയുടെ അഭിപ്രായ പ്രകാരം മനസ്സിൽ വിഷാദത്തിന്റെ പുകച്ചുരുൾ ഉണ്ടായിരുന്നുവെങ്കിലും ലോക നന്മയുടെ കാര്യം ആണെന്നോർത്ത അദ്ദേഹം സന്തോഷസമേതനായി പുത്രിയെ വിധാതാവിനോടൊപ്പം യാത്രയാക്കി. പുത്രി ഗംഗയെ കാണാതെ വിഷമസന്ധിയിൽപ്പെട്ട മേനയോട് ഹിമവാൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഭർത്താവിൽ നിന്നും ഗംഗയെ ബ്രഹ്മദേവൻ കൊണ്ടുപോയ വാർത്ത ഞെട്ടലോടെയാണ് മേന ശ്രവിച്ചത്. ആ മാതാവിന്റെ അന്ധകരണത്തിൽ വിഷാദത്തിന്റെ നെരിപ്പോട് എരിയാൻ തുടങ്ങി. മാത്രമല്ല, അനുവാദം ചോദിക്കാൻ പോലും മുതിരാതെ തോന്യാസത്തോടെ പടിവിട്ടിറങ്ങിയ പുത്രിയോട് മേനയ്ക്ക് കോപമുണ്ടായി. ക്രോധം കൊണ്ട് ജ്വലിച്ച മേന പുത്രി ഗംഗയെ ശപിച്ചു. അലയോ ഗംഗേ, നിന്റെ സ്വർഗലോകവാസം അസ്ഥിരമായി തീരട്ടെ. നീ വീണ്ടും ജലരൂപത്തിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ പതിക്കാൻ ഇടവരട്ടെ. കാമപീഠത്തിൽ കഠിന തപസ്സനുഷ്ഠിച്ചു പോന്നിരുന്ന ഭഗവാൻ പരമേശ്വരനെ ദർശിക്കാൻ ഹിമവാനെത്തി. ശ്രീ ശങ്കരനെ ധ്യാനത്തിൽ നിന്നുണർത്തുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. കൈലാസീശ്വരനോടുള്ള ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ അലിവ് തോന്നിയ ഭഗവാൻ തന്റെ നിമീലിത നേത്രങ്ങൾ മെല്ലെ തുറന്നുകൊണ്ട് ഹിമവാനോട് ചോദിച്ചു. അപ്പം എന്താണ്, ബ്രഹ്മദേവൻ വരികയാണ് അല്ലെ. ബ്രഹ്മദേവൻ വന്നിട്ട് മേനയുടെയും ഹിമവാന്റെയും പുത്രിയായിട്ടുള്ള, അതായത് ആദിപരാശക്തിയായ പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു അംശമാണ് ഗംഗാദേവി എന്ന് പറയുന്നത്. അതായത് മരണപ്പെട്ട സതീദേവി തന്നെയാണ് ഈ ഗംഗാദേവി എന്ന് പറയുന്നത്. പാർവതി ദേവിയുണ്ട്, ഗംഗാദേവിയുണ്ട്. അപ്പൊ ഗംഗാദേവിനെ ബ്രഹ്മാവിനെ ഏൽപ്പിക്കുകയാണ് ഹിമവാൻ എന്നിട്ട് ബ്രഹ്മദേവനാണ് സ്വർഗലോകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ശിവഭഗവാന്റെയും ഗംഗാദേവിയുടെയും വിവാഹം നടത്തി കൊടുക്കുന്നത്. അപ്പോ മേനയോട് പറയാതെയാണ് ഗംഗാദേവി പോയത് എന്നുള്ള വിഷമത്തില് മേനയ്ക്ക് അത്യധികം വിഷമുണ്ടാവുക. അങ്ങനെ മേന ഗംഗാദേവിയെ ശപിക്കുകയാണ്. നീ സ്ഥിരമില്ല, അതായത് സ്വർഗലോകത്ത് നിനക്ക് സ്ഥിരവാസം ഉണ്ടാവില്ല, നിനക്ക് ഭൂമിയില് ജലമായിട്ട് പതിക്കേണ്ടി വരും എന്നുള്ള ഒരു ശാപം കൊടുക്കുകയാണ് ഗംഗാദേവിക്ക്. അപ്പോ അപ്പം എന്താണ്, അങ്ങനെ ശ്രീ ശങ്കരനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പം അതിനുശേഷം ഭഗവാൻ ശങ്കരനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തണമല്ലോ. അങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഹിമവാൻ പോവുകയാണ്. ഹേ ഹിമവാൻ, നാം ഇവിടെ തപസ്സനുഷ്ഠിക്കുകയാണെന്ന വിവരം അങ്ങേക്ക് അറിയാമല്ലോ. നമ്മുടെ തപസ്സിന് ഒരിക്കലും വിഘ്നമുണ്ടാക്കാതിരിക്കാൻ തക്ക മുൻകരുതലുകൾ എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം. ഈ പർവ്വത പ്രദേശങ്ങളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുത്. അപ്പോ ആര് പറയുകയാണ്, ശിവഭഗവാൻ പറയുകയാണ് ഹിമവാനോട്, ഞാൻ തപസ് അനുഷ്ഠിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്റെ തപസ്സിന് ഒരു വിഘ്നവും ഉണ്ടാവരുത്, ഇവിടെ ആരെയും തന്നെ പ്രവേശിപ്പിക്കരുത് എന്ന് ശിവഭഗവാൻ പറയുകയാണ്. ഭഗവാൻ പരമശിവന്റെ കൽപ്പന ശിരസാവഹിച്ച ഹിമവാൻ ഉടനെ പർവ്വത പ്രദേശത്ത് ആരും കടന്നു വരാൻ പാടില്ലെന്ന വിളംബരം പുറപ്പെടുവിപ്പിച്ചു. വർഷങ്ങൾ ഭൂതകാലത്തിന്റെ യവനികയ്ക്ക് പിന്നിൽ ഒളിച്ചു. ദിവ്യഭാവങ്ങളുടെ ധാമമായ പാർവതി നവയൗവനത്തിന്റെ പുഷ്പവാടികൾ നടനവിലാസങ്ങളുടെ മാസ്മരിക ലഹരി നുണയുവാൻ തുടങ്ങി.
ദേവി തപസ് അനുഷ്ഠിക്കാൻ ഒരുങ്ങി നിന്നു. അലംഘനീയമായ തന്റെ നിശ്ചയം പാർവതി ഹിമവാനെയും മേനയെയും ധരിപ്പിച്ചു. അതിനുള്ള കാരണവും ദേവി വിവരിച്ചു കൊടുത്തു. പുരാന്തകൻ ബ്രഹ്മാവിനെ ആക്ഷേപിക്കുകയും അതിനുള്ള പ്രായച്ചിത്തമായി സ്ത്രീ സാന്നിധ്യം സദാശിവന് ദിനരാത്രങ്ങൾ പോകാനാവില്ലെന്ന വരദാനം നൽകണമെന്നുള്ള കൽപ്പന നിറവേറ്റാനുള്ള കാലം സമാഗതമായിരിക്കുന്നുവെന്നും ദേവി അറിയിച്ചു. കൂടാതെ ശിവൻ അർദ്ധനാരീശ്വരനായി തീരുകയും തനിക്ക് പ്രകൃതീശ്വരിയായി വർത്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും പാർവതി അച്ഛനമ്മമാർക്ക് വിവരിച്ചു കൊടുത്തു. പാർവതിയുടെ തീരുമാനം ദൃഢവും അനിന്ദേശവുമാണെന്നറിഞ്ഞ ഹിമവാനും മേനയും മകൾക്ക് യാത്രാനുമതി നൽകി അനുഗ്രഹിച്ചു. പുത്രിയോടൊപ്പം കൈലാസത്തിലെത്തിയ ഹിമവാൻ ശ്രീ പരമേശ്വരനോട് വിനയാന്വിതനായി ഭയഭക്തി ബഹുമാനങ്ങളോടെ അപേക്ഷിച്ചു. പരബ്രഹ്മ സ്വരൂപനായ മഹാപ്രഭു, എന്റെ അപേക്ഷ സ്വീകരിക്കാൻ കരുണയുണ്ടാകണേ. അവിടുത്തെ പാദസേവ ചെയ്യാനും ശുശ്രൂഷിക്കാനും നമ്മുടെ പുത്രിയെ അനുവദിക്കണേ. അങ്ങനെ ഹിമവാൻ ശിവഭഗവാനോട് പറയുകയാണ്, തൻ്റെ പുത്രിയായ പാർവതിയെ അങ്ങയുടെ പാദസേവ ചെയ്യുവാനും ശുശ്രൂഷിക്കുവാനുമായിട്ട് അങ്ങ് അനുവദിക്കണമേ എന്ന് പറയുകയാണ്. പല പുഷ്പാദികൾ കൊണ്ടുള്ള പാർവതിയുടെ ആരാധന ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ പരമേശ്വരൻ മെല്ലെ ദൃഷ്ടികൾ തുറന്നു. പൂർണ്ണ ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ സർവാംഗ സുന്ദരരത്നമായി പ്രശോഭിക്കുന്ന പാർവതിയെ ശ്രീ ഭഗവാനൊന്ന് കടാക്ഷിക്കുകയും അടുത്ത നിമിഷം കണ്ണുകൾ പൂട്ടുകയും ചെയ്തു. ഏതാനും നിമിഷം ധ്യാനനിരതനായിരുന്ന ഭഗവാൻ നോക്കിയപ്പോൾ ഹിമവാൻ അപേക്ഷാഭാവത്തിൽ തന്നെ നിൽക്കുന്നത് കാണുകയും തന്നെ ശുശ്രൂഷിക്കാനുള്ള അനുവാദം പാർവതിക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ ആ തേജസ്വിയായിട്ടുള്ള പാർവതി ദേവിയെ ദർശിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ എന്തു ചെയ്യുകയാണ്, തന്നെ ശുശ്രൂഷിക്കാനുള്ള, വിവാഹം കഴിക്കാനുള്ള ആ ഒരു അനുമതി നൽകുകയാണ്. പാർവതി ദേവിക്ക് ആ ഒരു ഇത് കൊടുക്കുകയാണ്. സുദീർഘമായ ഒരു കാലഘട്ടം കടന്നുപോയി. പാർവതിയുടെ തപസ്സിന്റെ കാഠിന്യം വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഘോര തപസ്സിന്റെ അതുല്യ ശക്തിയാൽ കൈലാസത്തിലെ വൃക്ഷലതാദികൾ തപിക്കാൻ തുടങ്ങി. ദേവലോകത്തും താപം മൂലം ചലനമുണ്ടായി. ദൃഢമായ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ സദാശിവൻ പാർവതിയെ പാണിഗ്രഹണം ചെയ്യാനൊരുങ്ങി. ശ്രീ ഭഗവാന്റെ തീരുമാനമറിഞ്ഞ് ഹിമവാൻ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അത്യാകർഷണമായ രീതിയിൽ തപോവനം അലങ്കരിച്ചു. വിശിഷ്ടങ്ങളായ ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചു. സുഗന്ധപൂരിതമായ അന്തരീക്ഷമൊരുക്കി. ശ്രീഹരിയും ബ്രഹ്മാവും വസിഷ്ഠനും മറ്റു മുനിമാരും ദേവന്മാരും ഈ മംഗളമുഹൂർത്തത്തെ ധന്യമാക്കാൻ എത്തിച്ചേർന്നു. സൗന്ദര്യ ചാർത്തിനാൽ ലേപനം ചെയ്ത് അത്യന്തം മനോഹര രൂപനായ ശ്രീ ഭഗവാൻ വൃഷഭാരൂഢനായ വിവാഹവേദിയിൽ എത്തിച്ചേർന്നു. വിഷ്ണു ഭഗവാന്റെയും ബ്രഹ്മദേവന്റെയും ഉപദേശപ്രകാരം ഹിമവാൻ വിധിപൂർവം പാർവതീ ദേവിയെ സദാശിവനെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ പാർവതി ദേവിയുടെ അതികഠിനമായുള്ള തപസ്സില് ശിവഭഗവാൻ സംപ്രീതനാവുകയും അങ്ങനെ പാർവതി ദേവിയെ ശിവഭഗവാന് വിവാഹം കഴിച്ച് കൊടുക്കുകയാണ്. ഹിമവാന്റെ അഭ്യർത്ഥന മാനിച്ച് ഹിമാലയത്തിന്റെ ആകർഷകമായ ഒരു കൊടുമുടിയിൽ ശുഭലക്ഷണങ്ങളോട് കൂടിയ ഒരു പുരി നിർമ്മിക്കുകയും അവിടെ പാർവതീ സമേതനായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ വസിച്ചു വരികയും ചെയ്തു. അമൂല്യ രത്നങ്ങളുടെ കലവറയായിരുന്നു ഹിമാലയം. ഒരു ദിവസം ഭൃഗു മഹർഷി ഹിമവാനെ കാണാനെത്തി. അദ്ദേഹം പറഞ്ഞു, ഹേ ഹിമവാൻ, നാം ഇവിടെ ആഗതനായത് വിശിഷ്ടമായ ഒരു വസ്തുത അങ്ങയോട് ചോദിച്ചു വാങ്ങുവാനാണ്. സ്ത്രീരത്നങ്ങളിൽ വിശിഷ്ടയായ അങ്ങയുടെ പുത്രി പാർവതിയെ ദർശിച്ച നാൾ മുതൽ നാം അസ്വസ്ഥനായിരിക്കുന്നു. നമ്മുടെ മനോക്ഷേത്രത്തെ പിടിച്ചു കുലുക്കുന്ന ദേവിയെ അങ്ങ് നമുക്ക് തരണം. പുത്രിയെ നമുക്ക് സമ്മാനിക്കുന്നതിലൂടെ അതുല്യമായ സൗഭാഗ്യം അങ്ങേക്ക് കൈവരിക്കാൻ നാം അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ അപേക്ഷ നിരസിക്കുന്നത് അങ്ങേക്ക് ആപത്തിനും നഷ്ടത്തിനും ഇടയാക്കുകയും ചെയ്യും. പാർവതിയെ കൂടാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിവില്ലാതായിരിക്കുന്നു. ആയതിനാൽ ഒട്ടും വൈകാതെ അങ്ങ് പുത്രിയെ നമുക്ക് വേളി കഴിച്ചു തരിക. അങ്ങനെ എന്ത് പറയുകയാണ്, ഒരു ഭൃഗു മഹർഷി അവിടെ ഹിമവാന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, പാർവതീ ദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറയുകയാണ് ഭൃഗു മഹർഷിക്ക്. അപ്പോ അത് സമ്മതിക്കാൻ കഴിയോ? ഇല്ല. ആരാ പാർവതി ദേവി? ആരാണ്? ശിവഭഗവാന്റെ പത്നിയാണ്. അപ്പൊ ഒരിക്കലും ആ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഭൃഗു മഹർഷിയുടെ അഭ്യർത്ഥന കേട്ടുനിന്ന ഹിമവാൻ തെല്ലും മടി കൂടാതെ പറഞ്ഞു, മഹർഷിയെ, അങ്ങയുടെ ആഗ്രഹം ഉചിതം തന്നെ. പക്ഷേ പാർവതിയെ അങ്ങേക്ക് തരാൻ നമുക്കാവില്ല. ശ്രീ പരമേശ്വരന് വേണ്ടി മാത്രമായിട്ടാണ് അവൾ അവതാരം എടുത്തത്. ഇക്കാരണത്താൽ തന്നെ പാർവതിയെ സദാശിവന് കൊടുക്കണമെന്ന് നാം നേരത്തെ വാക്ക് കൊടുത്തതാണ്. നമ്മുടെ വാക്ക് പാഴാക്കി കളയുന്നത് തികഞ്ഞ അപരാധവും ശ്രീ ശങ്കരനോടുള്ള അധർമ്മവുമാണ്. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിലെ ആഗ്രഹം സബലീകരിച്ചു തരാൻ നാം അപ്രാപ്തനാണ്. ഹിമവാന്റെ സത്യസന്ധമായ അഭിപ്രായം ഭൃഗു മഹർഷിയെ കോപാകുലനാക്കി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന കൊണ്ടും നിശ്ചയം കൊണ്ടുമാണ് പാർവതി ദേവി സദാശിവന്റെ വാമഭാഗത്തിരിക്കാനായി ഹിമവാന്റെ പുത്രിയായി ജന്മമെടുത്തത്.
ആദിപരാശക്തിയായ ജഗദംബികയുടെ പൂർണ്ണാവതാരമാണ് പാർവതി. അർദ്ധാംശമാണ് ഗംഗാദേവി. പരബ്രഹ്മ നിശ്ചയപ്രകാരം അവതാരം കൊണ്ട പാർവതി കൈലാസനാഥനോട് ചേർന്നുകൊണ്ട് പ്രകൃതീശ്വരിയായി വർത്തിക്കാനും അങ്ങനെ ഭഗവാൻ അർദ്ധനാരീശ്വരനായി തീരുന്നതിലൂടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും അവരുടെ മേൽ പ്രപഞ്ചനീതിപീഠം നിശ്ചയിക്കുന്ന വിധി നടപ്പിലാക്കാനും വേണ്ടിയുള്ള മുൻ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് ഭൃഗുമഹർഷിയെ സർവദാ യോഗ്യനാണെങ്കിലും പാർവതിയെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഹിമവാൻ തയ്യാറായാൽ അത് പൂർവ്വ നിശ്ചയത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന് വഴിതെളിക്കുമെന്ന കാര്യം മഹർഷി ചിന്തിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ അകതാരിൽ പാർവതീദേവിയുടെ അഭൗമമായ സൗന്ദര്യ രൂപം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പാർവതീദേവി എന്ന് പറയുന്നത് പരമശിവന് മാത്രം ഉള്ളതാണ്. പരമശിവനെ പരിണയിക്കുന്നതിലൂടെയാണ് ലോകർക്ക് നന്മ നേരാൻ വേണ്ടിയിട്ട് പാർവതീദേവി ജനിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യം അറിയാതെ പാർവതീദേവിയുടെ ആ സൗന്ദര്യത്തില് മുഴുകിയിട്ടാണ് ഈ ഭൃഗു മഹർഷി അങ്ങനെ ഒരു വരദാനം ചോദിക്കുന്നത്. പരബ്രഹ്മം തന്നെ ആകാരം കൈക്കൊണ്ട സദാശിവന് തപസ്സനുഷ്ഠിക്കേണ്ട കാര്യമേ ഇല്ല. ആദ്യ സ്വരൂപിണിയായ ദേവിക്ക് ശിവനിൽ വിലയം കൊള്ളാൻ വ്രതാനുഷ്ഠാനവും ധ്യാനവും പാലിക്കേണ്ടതില്ല. എന്നാൽ എന്തിനു വേണ്ടി ഭഗവാനും പാർവതിയും നൂറ്റാണ്ടുകളോളം ഘോര തപസ്സിൽ മുഴുകി എന്നത് നിഷ്കാമ ഭക്തിയിലൂടെ കൈവല്യപ്രാപ്തി ആഗ്രഹിക്കുന്ന ഭക്തന്മാർ വിലയിരുത്തേണ്ടതും ആഴത്തിൽ ചിന്തിക്കേണ്ടതുമാണ്. അതായത് പരമശിവനും പാർവതി ദേവിക്കും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അത്രയും ഘോരമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാലും അവർ അത്രയും വലിയ ഘോരമായിട്ടുള്ള തപസ്സാണ് അനുഷ്ഠിച്ചത്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് നിഷ്കാമ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് കൈവല്യ പ്രാപ്തി സിദ്ധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ശ്രീ ഭഗവാൻ തന്നെ സൃഷ്ടിച്ച തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ മായാബന്ധമായ പ്രകൃതിയെ ജയിക്കാതെ ഒരു ജീവാത്മാവിനും പരമാത്മാവിനോട് ചേരാനാകില്ലെന്ന അനിർദ്ദേശമായ പ്രപഞ്ച നിയമം ഏതൊരു ഭക്തനും കൃത്യമായും പാലിക്കണമെന്ന വ്യവസ്ഥയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. തപസ് അനുഷ്ഠിക്കുക എന്നത് മഹാത്യാഗം തന്നെയാണ്. ത്യാഗത്തിലൂടെ മാത്രമേ ഏതൊരു ജീവിക്കും ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ. കടിഞ്ഞാണില്ലാതെ അലക്ഷ്യമായി വെകിളി പിടിച്ചോടുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മാവിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഒരു യഥാർത്ഥ ഭക്തനും ചിത്തവൃത്തി നിരോധനം കൈവരുന്നു. അങ്ങനെ അഷ്ടരാഗങ്ങളെ അടക്കാനും അതിലൂടെ മനോക്ഷേത്രത്തെ ശുദ്ധീകരിക്കുവാനും ഒരാളിന് കഴിയുന്നു. അതായത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെറുതെ ഭക്തൻ എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. എന്താണ് വേണ്ടത്? അതിന് തപസ് വേണം, ധ്യാനം വേണം, നമ്മൾ അഷ്ടരാഗങ്ങളെ അടക്കണം, അതിനുള്ള കഴിവുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. ആ മായയെ നമ്മൾ നീക്കിയിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ, ആ ഭഗവത് പദം അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ വിശേഷ സിദ്ധി നേടണമെങ്കിൽ തീവ്രമായ നിശ്ചയത്തോടെ ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. അപ്പം ഈ വിശേഷ സിദ്ധി നേടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ത്യാഗം. പലതരത്തിലുള്ള ത്യാഗങ്ങൾക്ക് നാം തയ്യാറാകണം. തപസ്, ജ്ഞാനം, അതുപോലെ തന്നെ യോഗ, അങ്ങനെയുള്ള പല നമ്മൾ കൺട്രോളിങ് പവർ, അതായത് നമ്മുടെ അഷ്ടരാഗങ്ങളെ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെ, ഇതിനെല്ലാം അടക്കിക്കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ത്യാഗം ചെയ്യണം എന്നാണ് പറയുന്നത്. പരബ്രഹ്മ നിശ്ചയപ്രകാരമുള്ള അതിമഹത്തായ വരദാനം ലഭിക്കാൻ ഒരു ഭക്തനെ യോഗ്യനാക്കി തീർക്കുന്നത് ത്യാഗമാണ്. തപസ്സും ധ്യാനവും വ്രതാനുഷ്ഠാനവും മഹാത്യാഗത്തിന്റെ ഭാഗമാണ്. അങ്ങനെ മോക്ഷമെന്ന പരമപദം ലഭിക്കാനും അതിലൂടെ ശാശ്വതമായ സത്യപ്പൊരുൾ അകതാരിൽ പ്രതിഷ്ഠിച്ച് അനവരതം അമൃതതുല്യമായ ദിവ്യാനന്ദം അനുഭവിക്കാനും കഴിയണമെങ്കിൽ ത്യാഗം അഥവാ കഠിന തപസ് അനുഷ്ഠിക്കുക തന്നെ വേണമെന്ന അലംഘനീയമായ ദിവ്യ സന്ദേശമാണ് സദാശിവനും പാർവതിയും പ്രപഞ്ചഭരണം സുഗമമാക്കുന്നതിന് വേണ്ടി തപസ് അനുഷ്ഠിക്കുന്നതിലൂടെ മാലോകർക്കായി കാട്ടിത്തരുന്നതെന്ന സുപ്രധാനമായ കാര്യം നാം അറിയണം. അപ്പോ എന്തിനു വേണ്ടിയാണ് വർഷങ്ങളോളം ശിവഭഗവാനും പാർവതി ദേവിയും തപസ് അനുഷ്ഠിച്ചത്? ആ തപസ് നമ്മളും അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്കും ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശിവഭഗവാനും പാർവതി ദേവിയും ഇത്രയും വലിയ വർഷങ്ങളോളം ഘോരമായിട്ടുള്ള കഠിന തപസ് അനുഷ്ഠിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ തപസ് അനുഷ്ഠിച്ച് അത്രയും ത്യാഗങ്ങൾ സഹിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിൽ പറയുന്നതും അത് തന്നെയാണ്. എന്തായാലും ഭൃഗു മഹർഷി തപസ്സുകൊണ്ടും വ്രതാനുഷ്ഠാനത്തിലൂടെയും ത്യാഗം അനുഭവിച്ച ആളായിരുന്നിട്ടും പാർവതിയുടെ രൂപലാവണ്യ തഴപ്പിൽ ആകർഷനാകുകയും ദേവിയെ പരിണയിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും പ്രപഞ്ചശില്പിയായ സദാശിവന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു.
മാത്രമല്ല പൂർവ്വ നിശ്ചയത്തിന് ലംഘനമുണ്ടാക്കുന്നത് ഉചിതവുമല്ല. ഇവിടെ എല്ലാ ഭക്തന്മാരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിശേഷ ശിവതത്വമുണ്ട്. അതായത് ഒരു ഭക്തൻ എത്ര ത്യാഗിയായാലും അദ്ദേഹം എന്തൊക്കെ അനുഭവിക്കണമെന്നും എന്തായി തീരണമെന്നും എന്നുള്ളതും ജീവിത കാലയളവിൽ ഏതു തരത്തിലുള്ള കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും ശ്രീ ശങ്കരൻ കാലേ കൂട്ടി നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നതാണ് സത്യം. അപ്പോ ഒരു ത്യാഗിയായിട്ടുള്ള തപസ്യാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ഒരാൾ ചെയ്യേണ്ടത്, അയാളുടെ കർമ്മം എന്തായിരിക്കണം, അയാൾ ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കുന്നത് ആരാണ്? ആ ശിവഭഗവാനാണ്. എന്നാൽ ത്യാഗിയല്ലാത്ത ഒരാളിന് വിശേഷ ഗുണങ്ങളൊന്നും ഭഗവാൻ പ്രദാനം ചെയ്യുന്നതേ ഇല്ല. എന്നാൽ ത്യാഗിയല്ലാത്ത ഒരാൾക്ക് ഭഗവാൻ ഒരിക്കലും വിശേഷമായിട്ടുള്ള ഗുണങ്ങളൊന്നും തന്നെ പ്രദാനം ചെയ്യുന്നതല്ല. ഭൃഗു മഹത്വങ്ങളേറെയുള്ള ഒരു മഹർഷി ആയിരുന്നിട്ടും പാർവതിയെ തനിക്ക് പരിണയിക്കാൻ ലഭിക്കില്ലെന്ന കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്തദർപ്പണത്തിൽ തമോ ഗുണത്തിന്റെ ഭാഗമായ ക്രോധഭാവം ഉടലെടുത്തു. അത് അഹംഭാവം മൂലം ഉണ്ടായതുമാണ്. ശ്രീ പരമേശ്വരന് വേണ്ടി മാത്രമാണ് ദേവിയുടെ ആവിർഭാവം ഉണ്ടായിരിക്കുന്നതെന്ന വസ്തുത അറിയാൻ തക്ക ക്രാന്തദർശിനിയാണ് മഹർഷി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ടും ഭഗവാന്റെ ലീലാവിലാസത്തിന്റെ ഭാഗം എന്നോണം ഭൃഗുവിനെ കൊണ്ട് ഹിമവാനോട് പാർവതിയെ ആവശ്യപ്പെടുന്നത് ഒരു പക്ഷേ യുക്തിസഹജമായ വിധത്തിൽ ചിന്തിച്ചാൽ അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരുകയും ജഗദംബിക തന്നെ പാർവതിയായി പുത്രീ രൂപത്തിൽ ജനിക്കുകയും ചെയ്തു എന്ന മഹാഭാഗ്യം സിദ്ധിച്ച ഹിമവാനെ പരീക്ഷിക്കലുമാകാം. അല്ലെങ്കിൽ ഐശ്വര്യത്താലും അപൂർവ ഭാഗ്യത്താലും മതിമറന്ന ഹിമവാന്റെ അഹംഭാവം എത്രത്തോളം ഉണ്ടെന്ന് അറിയുവാനുള്ള ഒരു ചെറിയ സംഭവം സൃഷ്ടിച്ചു നോക്കിയതുമാകാം. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ഭൗതിക സമ്പത്തിന്റെ വർധന ഏതൊരാളെയും അഹംഭാവിയാക്കും. അത് ഈശ്വര ചിന്തയിൽ നിന്നും ധർമ്മബോധത്തിൽ നിന്നും ഒരു ഭക്തനെ ദൂരേക്ക് അകറ്റുവാൻ ഇടയാക്കും. സമ്പത്തും സ്ഥാനമാനങ്ങളും അസ്ഥിരമാണെങ്കിലും അതിന്റെ പ്രേരണയാൽ ഒരു വ്യക്തിയിൽ മതമത്സരാദികൾ വർദ്ധിക്കാൻ ഇടയാകും. ഇക്കാരണത്താലായിരിക്കാം ഭൃഗു മഹർഷിയുടെ മനസ്സിൽ ക്രോധാഗ്നി ജ്വലിക്കുകയും യാതൊരുവിധ പുനർചിന്തയും കൂടാതെ അദ്ദേഹം ഹിമവാനെ ശപിക്കുകയും ചെയ്തു. ഹേ ഹിമവാൻ, നമ്മുടെ ആഗ്രഹത്തെ മാനിക്കാതെ പുത്രിയെ ശ്രീ ശങ്കരന് മാത്രമേ നൽകൂ എന്ന നിന്റെ തീരുമാനം നമ്മെ ആക്ഷേപിക്കലാണ്. അതുകൊണ്ട് നാം ഇതാ നിന്നെ ശപിക്കുന്നു. സമ്പത്തിന്റെ കലവറയായ നിന്നിൽ ഇനി മുതൽ രത്നങ്ങളൊന്നും ഇല്ലാതെ പോകട്ടെ. ഹിമവാന്റെ നേർക്ക് വജസ്സുകളോടെത്തിയ ഭൃഗു മഹർഷി ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, എന്താണ്, അത്രയും വലിയൊരു മഹർഷിയാണ് ഭൃഗു മഹർഷി എന്ന് പറയുന്നത്. അത്രയും താപസനായിട്ടുള്ള ഭൃഗു മഹർഷിക്ക് പോലും ദേവിയുടെ സൗന്ദര്യത്തില് ആകർഷണനായിട്ട് ദേവിയെ പാർവതി ദേവി വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പൊ അത് നോക്കൂ നിങ്ങൾ. അപ്പൊ അത്രയും നമുക്ക് ആ ഒരു കൺട്രോളിങ് പവർ അത്രയും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഒരു മഹർഷിക്ക് പോലും അതിനുള്ള ഇത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയും പാടാണ് നമുക്ക് ആ മായയെ ജയിക്കാൻ എന്നുള്ളത്. ആ മായയെ ജയിച്ചു കഴിഞ്ഞാൽ, ആ മായയെ മറികടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സത്യം. അപ്പൊ നമ്മൾ ഭക്തിയിലോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. പലതരത്തിലുള്ള നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള പല ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷെ നമ്മൾ ഭക്തിയിലാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇതിലോട്ടൊന്നും നമ്മുടെ മനസ്സ് ചായാൻ പാടില്ല. ചാഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നു. വീണ്ടും നമ്മൾ ഈ ഭൗതികതയിൽപ്പെട്ട് ഉഴലുന്നതായിരിക്കും. അപ്പോൾ അത് വളരെയധികം ഭഗവാന്റെ ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത്രയും കഠിനമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഭയങ്കര കൃഷ്ണഭക്തരാണ്, ഞങ്ങള് വൃന്ദാവനത്തിലെത്തും അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഈ വൃന്ദാവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. അവിടെ എത്തുക എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ള അത്രയും പരീക്ഷണങ്ങളുണ്ട്. കാരണം ഭഗവാന്റെ ഓടക്കുഴൽ എന്ന് പറയുന്നത് പൊള്ളയാണ്. അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. അത്രയും നമ്മള് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത്രയും പ്യുവറാണ് നമ്മൾ. എങ്കിലാണ് ആ വൃന്ദാവനമൊക്കെ നമുക്ക് കിട്ടുന്നത്. കൈലാസം പോലും കിട്ടണമെങ്കിൽ അത്രയും നമ്മൾ ഈ പറയുന്ന മായയെ മാറ്റി നമ്മൾ ഇതിൽ നിന്ന് മാറി ഭഗവാനിൽ കഠിന തപസ്സുകൾ, യോഗ ഇതൊക്കെ ചെയ്ത് ഞാൻ മുന്നേ നിങ്ങളോട് പറയാം. അപ്പൊ അത്രയും കഠിനം. അതായത് അതുകൊണ്ട് നമ്മൾ ഭക്തരാണ്, അല്ലെങ്കിൽ ശിവഭക്തരാണ്, ദേവി ഭക്തരാണ്, കൃഷ്ണഭക്തരാണ്, വിഷ്ണു ഭക്തരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭക്തി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്ന അത്രയും കഠിനമായിട്ടുള്ള കാര്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിലെല്ലാം നമുക്ക് ഈ ശിവപുരാണത്തിലും ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്.
അപ്പം അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ലോകം കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് അത്രയും ഭഗവാനോട് അത്രയും പ്യുവറായിട്ടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എവിടെയാണ് അവിടെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതായിരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഓം നമഃ ശിവായ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ടേ. ടോം ടോക്സി, റംഷി മുഹമ്മദ്, ഷൗഫി കറക്കൽ, ജോജോ ഇ, സൂര്യൻ ഡൊപ്പാമെയിൻ, ഷിസിക്സ്, മാളും, സ്പെഷ്യൽ ഫോർ സമ്മൺ, നെടുവേലി, മിസ്റ്റർ പെർഫെക്റ്റ്, അജി, അലൻ, സുരേഷ് പേരരസു, ഹരിത, അനു, രഞ്ജിനി, ഗീത, അനികുമാർ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ ഉമാമഹേശ്വരായ നമഃ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമാ ഫീൽഡിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്. ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. വീണ്ടും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇപ്പം നന്മ ചെയ്യുന്നത് അവർ തന്നെ നമ്മളെ നാളെ ഒരു സമയത്ത് തള്ളി പറയുന്നൊരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് സത്യമായ കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാലമാണ് കലികാലം എന്ന് പറയുന്നത്. അപ്പം ഈ കലികാലത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതുപോലെ മുല്ലപ്പെരിയാറിന്റെ വിഷയമുണ്ട്. അതും ഞാൻ ശിവഭഗവാനോട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മഹാമൃത്യുഞ്ജനായ ആ ഭഗവാനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓം ത്രയംബകം യജാമഹിം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമോക്ഷിയമാമൃതാത്. ഇതാണ് ഭഗവാന്റെ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നിങ്ങൾ ഉരുവിടുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഭഗവാന്റെ ഓം നമഃ ശിവായ മന്ത്രം ഉരുവിടുന്നത് നല്ലതായിരിക്കും. ഹര ഹര മഹാദേവ.